ഔലിയാക്കളെ സ്വാലിഹികളെ ഞങ്ങൾ വലിയ ബഹുമാനം അവർക്ക് നൽകുന്നു. എന്ത് അവർക്ക് ബഹുമാനം നൽകുന്നത്? നീ അവരെ ബഹുമാനിച്ചത് കൊണ്ടാണ്, നിന്റെ ഔലിയാക്കളായതുകൊണ്ടാണ്, നിന്റെ നബിമാരായതുകൊണ്ടാണ്. ഏതുപോലെ നിന്റെ പള്ളിക്ക് ഞങ്ങൾ വലിയ ബഹുമാനം നൽകുന്നു. അല്ലാഹുവിന്റെ പള്ളി, അല്ലാഹുവിന്റെ വീട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ വലിയ ബഹുമാനം നൽകുന്നു. ബഹുമാനം നൽകാൻ കാരണം നീ ബഹുമാനിച്ച വസ്തുക്കളായതുകൊണ്ട്, നീ ബഹുമാനിച്ച ആളുകളായതുകൊണ്ട് അല്ലാഹ് അങ്ങനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു എന്നല്ലാതെ ആരെയും ഞങ്ങൾ ആരാധിക്കുന്നില്ല. ഞങ്ങൾ കഅബത്തിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്നു എന്നുകൊണ്ട് നീ വലിയ ബഹുമാനം കൊടുത്ത നിന്റെ ഒന്നാമത്തെ വീട് ഭൂമിയിൽ നിർമ്മിച്ച ആദ്യത്തെ വീടാണ് കഅബമെന്ന് പറയുന്ന വീട്. ആ വീട്ടിലേക്കാണ് ഞങ്ങളൊക്കെ തിരിഞ്ഞു നിസ്കരിക്കുന്നത്. അതേ സ്ഥാനത്ത് ഞങ്ങൾ നിസ്കാരം കഅബത്തിലേക്ക് വേണ്ടിയിട്ടല്ല. കഅബത്തിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നത്, കഅബത്തിലേക്ക് ഞങ്ങൾ മുന്നിടുന്നത് റബ്ബായ നീ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് മുന്നിടണം. ഞാനത് ബഹുമാനിച്ച് ആദരിച്ച സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഖുർആനിൽ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, നിന്റെ അമ്പിയാക്കൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നല്ലാതെ ഞങ്ങൾ കഅബത്തിനിക്ക് ആരാധിക്കുന്നത് അല്ല. അതിനിക്ക് മുന്നിട്ട് ഞങ്ങൾ നിസ്കരിക്കുകയാണ്. അത് നിനക്കാണ് നിസ്കാരങ്ങള്. ഇങ്ങനെ ഇബാദത്ത് നിനക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. വയ്യാക നസ്തഈൻ. ഏത് വിഷയത്തിലും ഏത് കാര്യത്തിലും റബ്ബായ നീയാണ് ഞങ്ങളെ സഹായിക്കുന്നവൻ. നിനക്ക് മാത്രമേ സഹായിക്കാനുള്ള അധികാരമുള്ളൂ, സഹായിക്കാനുള്ള കഴിവുള്ളൂ. അതുകൊണ്ട് തന്നെ ഏത് വിഷയത്തിലും സഹായിക്കുന്ന റബ്ബായ നിന്നെയാണ് ഞങ്ങൾ സഹായത്തിന് മുമ്പിൽ കാണുന്നത്. അഥവാ ലോകത്തേതെങ്കിലും ഒരു വ്യക്തി സഹായിക്കുന്നുവെങ്കിൽ ആ സഹായം നിന്റെതല്ലാതെ ഒരാൾക്കും ഇവിടെ മറ്റു സഹായിക്കാനുള്ള ശക്തിയില്ല. എന്തുകൊണ്ട്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിനെ കൊണ്ടിട്ടല്ലാതെ ഒരു ശക്തിയും ഇവിടെ ആർക്കുമില്ല. വഅന്നൽ ഖുവത ലില്ലാഹി ജമീഅ. എല്ലാ ശക്തിയും അല്ലാഹുവിനിക്ക് മാത്രമാണ്. അല്ലാഹു കൊടുത്ത കഴിവല്ലാതെ ഒരു നബിക്ക് കഴിയില്ല, ഒരു വലിയനിക്ക് കഴിയില്ല. ഇച്ചലകോട്ട് മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്വഹാബത്തുൽ കിറാമിനിക്ക് സ്വന്തം കഴിവില്ല. റബ്ബായ നീ കൊടുത്ത കഴിവാണ്. അപ്പോൾ അവരുടെ സഹായം അത് നിന്റെ സഹായമാണ്. ഒരു പണക്കാരൻ 1000 ഉറുപ്പിക എന്നിട്ട് സഹായിക്കുന്നത്, ഒരു പാപപ്പെട്ടവനിക്ക് 100 രൂപ കൊടുത്തിട്ട് സഹായിക്കുന്നത്, അത് നിന്റെ ഖുർആനിൽ നീ പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ തന്നതിൽ നിന്നിട്ട് നിങ്ങൾ ചെലവാക്കി എന്നാണ് നീ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവർ തരുന്ന കാശ് അത് നിന്റെ കാശാണ്, നീ കൊടുത്തതാണ്. യജ്ഞത്തിന്റെ ഉടമ നീയാണ്. ആര് സഹായിച്ചാലും അത് നിന്റെ സഹായമാണ്. എന്തുകൊണ്ട്? നിന്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ലൗ അന്ന അവലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും. ഈ ലോകത്തിന്റെ ആദ്യം മുതൽ അവസാനം വരുന്ന സകല ആളുകളും, സകല മനുഷ്യനും, സകല ജിന്നുകളും, സകല ഇൻസുകളും ഇജ്തമഉ, അവരെല്ലാവരും ഒരുമിച്ച് കൂടി എന്തിനു വേണ്ടി? അലായം ഫഉക ബിശൈഇൻ, നിനക്കൊരു ഉപകാരം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ലോകത്തുള്ള എല്ലാ ജിന്നും എല്ലാ ഇൻസും ഒരുമിച്ച് കൂടി എന്തിനു വേണ്ടി? ഇച്ചിലങ്ങോട്ടുള്ള നിനക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചത് ലം യംഫഉക ബിശൈഇൻ, ഒരു ഉപകാരം നിനക്ക് അവർക്ക് ചെയ്യാൻ കഴിയില്ല. ഇല്ലാ മാ ഖതബഹു അല്ലാഹു ലക, അല്ലാഹു നിനക്ക് കണക്കാക്കിയതല്ലാതെ, പടച്ച റബ്ബിന്റെ തീരുമാനമില്ലാതെ ഇവിടെയുള്ള മുഴുവൻ ജിന്നും മുഴുവൻ ഇൻസും ഒരുമിച്ച് കൂടിയാൽ നിനക്കൊരു ഉപകാരം ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. അവർ ചെയ്യുന്ന ഉപകാരം അല്ലാഹു കണക്കാക്കിയത് മാത്രമാണ്. അതേപോലെ തന്നെ അവലക്കും വാസറക്കും വഇൻസക്കും വജിന്നക്കും, ഇവിടെയുള്ള മുഴുവൻ ജിന്നുകളും ഇൻസുകളും എല്ലാവരും ഒരുമിച്ച് കൂടി എന്തിനു വേണ്ടി? സുബ്ഹാനല്ലാഹ്. അലാ യദുറുക ബിശൈഇൻ, നിന്നെ ഒരു കാര്യത്തിൽ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി, നിന്നെ ഒന്ന് നശിപ്പിക്കാൻ വേണ്ടി, നിന്നെ ഒന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ ഒരു വസ്തുകൊണ്ടും നിന്നെ അവർക്ക് ബുദ്ധിമുട്ടാക്കാൻ കഴിയില്ല. ഇല്ലാ മാ ഖതബഹു അല്ലാഹു ലക, അല്ലാഹു നിനക്ക് കണക്കാക്കിയ ഒരു കാര്യമല്ലാതെ ഒരു ബുദ്ധിമുട്ട് അല്ലാഹു കണക്കാക്കിയില്ലെങ്കിൽ അല്ലാതെ അവരെ കൊണ്ട് നിന്നെ ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല എന്ന് നിന്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ.
എല്ലാവരും വലിയ കുഴപ്പാക്കുന്നത് എന്നല്ലേ ഫാത്തിയിലുള്ളത്. അങ്ങനെ തന്നെടാ. പിന്നെ നിങ്ങൾ എന്തിനാ പോയിട്ട് റാഫിബിന് അദീബ് മാലിക് ദീനാർ റളിയല്ലാഹുവിന്റെ അടുത്ത് പോയിട്ട് യാ സഹാബാക്കളെ ഞങ്ങളെ ഒന്ന് ഈ മുസീബത്ത് രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ ഞങ്ങളെ നാട്ടിലുള്ള ഒരു പ്രശ്നം പരിഹരിച്ചു തരണം എന്നെന്തിന് റാഫിബിന് മാലിക് ദീനാറിനോടും കൂട്ടരോടും പറയുന്നത്? അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ കഴിവുകളും മറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ലാഹു തആലയോട് അവർ ചോദിച്ചിട്ട് റബ്ബായ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തുന്ന വിഷയത്തിൽ അവരൊന്ന് ഇടപെടാൻ വേണ്ടി മാത്രമാണ് എന്നല്ലാതെ റാഫിബിന് അദീബ് മാലിക് ദീനാർ തങ്ങൾ തന്നാലും സാക്ഷാൽ ഹബീബായ റസൂലുള്ളാഹി തന്നാലും ബഹുമാനപ്പെട്ട കുമ്പൂല് തങ്ങൾ തന്നാലും അല്ലെങ്കിൽ ശംസുൽ ബൈക്ക ഉസ്താദ് തന്നാലും സാദിനുൽ മൗലാന തങ്ങൾ തന്നാലും ആര് തന്നതും അത് മുഴുവനും അല്ലാഹുവായ റബ്ബായ നിന്റെതാണ്, നീ കൊടുത്ത കഴിവാണ്. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഖിയാമത്താളാകുമ്പോൾ ഇവിടെ ഒരാൾ വരും, കുറെ ആളുകൾ അകൂട്ടത്തിൽ വരും, വലിയ ഫിത്നന്റെ മൂർത്തി വരും. പറഞ്ഞ വലിയൊരു ഫിത്നന്റെ മൂർത്തി വരും. നിങ്ങൾ 5 വക്ത് നിസ്കാരത്തിൽ അത്തഹിയാത്തിൽ വെച്ച് അള്ളാഹുവോട് കാവലിനെ തേടുന്നു. നമ്മളെ ഉപ്പാന്റെ ഉപ്പ ഉമ്മാന്റെ ഉമ്മ എല്ലാം ദ്വാരതി, നമ്മളും ദ്വാരക്കുന്നു. ഒരു ലോക ഫിത്നന്റെ മൂർത്തിന്റെ ഫിത്നെ തൊട്ട് കാവലിനെ തേടുന്നു. ആരാ? നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കൊന്ന് കൂലി തരും. ആരാ? ദജ്ജാൽ. നിങ്ങൾ എന്നെ വെറും പാടെ കൊടുന്ന പോലെ ആക്കുന്നതിന് നിങ്ങൾക്കും അറിയുന്നതിനിടക്ക് പറഞ്ഞു കാണില്ല. നിങ്ങൾക്കൊന്ന് കൂലി തരേ. ഏതറിയുന്ന വിഷയം ആര് പറഞ്ഞു അല്ല കൂലി തരും. ആര് മോനെ? ദജ്ജാൽ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. ഒരാൾ എന്നെ ചോദിച്ചാൽ ഉസ്താദേ എത്ര കാലായി ദജ്ജാലിന്റെ ഫിത്നനെ തൊട്ട് കാവലിനെ തേടുന്നു? വന്നിട്ടേയില്ലല്ലേ ഈ ബരാത്താളെ എന്തിന് ഈ നിസ്കാരത്തിനുള്ളിൽ ഇത്രമേലും ദ്വാരക്കുന്നത്? നാട് ഉച്ചക്കേക്കത്തില്ലേ ബേജാറാക്കുന്നു. എനക്കെന്ത് ബേജാർ? ഞാൻ ദജ്ജാലിന്റെ അനിയനാണ്. എനക്കെന്ത് ബേജാറ്? എനക്ക് ബേജാറ്. അത് എന്തിനു സാർ ഈ നിസ്കാരത്തിനുള്ളിൽ എല്ലാവരും ഓന്റെ പേര് പറഞ്ഞിട്ട് കാവലിനെ തേടുന്നു? വന്നിട്ടില്ല. ലാസ്റ്റ് ഖിയാമത്ത് നാളാകുമ്പോ വരുന്നു. അപ്പൊ ഉള്ള ആൾ ദ്വാരം ഞാൻ വിശദീകരിക്കണം, ബേജാറാക്കണം. അതിനാൽ ബേജാറാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. അത് വേറെന്തുമല്ല, ആ ഫിത്നാക്കുന്ന ഓനുണ്ടല്ലേ ദജ്ജാൽ, ഓന്റെ ഫിത്ന അത്രയും വലിയ ഫിത്നയാണ്. ഓന്റെ ഫിത്ന വരുന്നതിനായിട്ട് മിന്നൻ മുമ്പെന്നെ എന്താക്കണം, എപ്പോഴും കാവലിനെ തേടിക്കൊണ്ടിരിക്കണം. അത്ര വലിയ ഫിത്നന്റെ മൂർത്തിയാണോ? ഓ അങ്ങനെയാ. അപ്പൊ അള്ള കാലത്ത് നമ്മ ഇപ്പൊ വരാത്തല്ലേ? അള്ള കാലത്ത് ഓന് പിന്നെ ഇപ്പൊ വന്നില്ലെങ്കിലേ നമ്മ എല്ലാം ഓന്റെ കൊത്ത കൂടട്ടി ഒക്കെ പിന്നെ അതെന്ത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങൾ പറയുന്നു, ദജ്ജാൽ ഖിയാമത്ത് നാളിൽ വരും, അലാമത്ത് വരും. ഖിയാമത്ത് നാളിന്റെ 10 അടയാളത്തിൽ ഓൻ വരും. ദജ്ജാൽ എത്ര വലുത്! ഓന് ഇവിടുന്ന് നോക്കിയാൽ കാണുന്നത് അവന്റെ തല നമുക്ക് ഇങ്ങനെ നോക്കിയിട്ടൊന്നും കാണാനില്ല. അത്ര മീത്ത തല ചെറുത്. ആ തലയിൽ ആ മീത്തൊരു കണ്ണുണ്ട്. ആ കണ്ണിൽ ഇവിടുന്ന് നോക്കിയിട്ട് കണ്ണേടെ ആടത്തേക്കാണോ കാല് വെക്കുന്നത്. ഇപ്പൊ ഇവിടുന്നൊരു കാല് വെക്കുന്നത് ബാംഗ്ലൂർ കഴിച്ചിട്ടുണ്ടാവും. 2ാമത്തെ കാല് വെക്കുന്നത് കൽക്കത്തക്ക് പശ്ചിമ ബംഗാളിലേക്ക്. അപ്പൊ നമ്മൾ ഇഷ്ടം കൊട്ടില്ല, അല്ല ചട്നി ആയിട്ട് എന്തുമില്ല. നമ്മൾ അഡ്രസ് ആ ദജ്ജാലി ഖിയാമത്ത് നാളിൽ വന്നിട്ട് ഫിത്നയാക്കുമെന്ന് പറയും. ആ ഫിത്നന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് സ്വഹീഹായ ഹദീസിൽ കാണാം,
ഒരു മനുഷ്യനോട് പറയും ഞാൻ അള്ളയാണ്, ഞാൻ ഇലാഹാണെന്ന് പറയും. അപ്പൊ പറയും നീ ഇലാഹാണെങ്കിൽ, നീ അള്ളയാണെങ്കിൽ നിനക്കെന്ത് കഴിവുണ്ട്? എനിക്കെല്ലാ കഴിവുണ്ട്, നിനക്കെന്ത് വേണ്ടത്? ഇത് എന്റെ ഉപ്പ, ഞാൻ ഗൾഫിലുണ്ടാകുമ്പോ ഉപ്പ മരിച്ചു, അയാളെ ഞാൻ കണ്ടിട്ടേയില്ല. ഞാൻ വരുമ്പോ മയ്യത്തെടുത്തിട്ടായി എനിക്ക് ഇപ്പോഴും ആ ഉപ്പാന്റെ മുഖം കാണാത്ത ബേജാറ്. ഒന്ന് നീ വിളിച്ചിട്ട് ഖബറിന്റെ മീറ്റ് എന്റെ ഉപ്പാനെ കാണിച്ചിട്ടെങ്കിൽ നീ അല്ല. ഏടാ നിന്റെ ഉപ്പാന്റെ ഖബർ? പച്ചമ്പളത്തിൽ വേണ്ട കേസൂരോടായിക്കോട്ടെ, നമുക്ക് ചൊടി പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിൽ ഓന് കാണിക്കാൻ ഖബർ കിട്ടിയില്ല. അങ്ങനെ ഖബർ കാണിച്ചു കൊടുത്തു. ഇത് ഞാൻ സ്റ്റോറി പോലെ പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടില്ല ഇതെന്തൊരു കഥ ആക്കുന്ന ഇയാളല്ല, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ്. അങ്ങനെ ആ ഖബറിന്റെ അടുത്ത് പോയി ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യനെ വിളിക്കുന്ന എന്താ എന്റെ ഉപ്പാന്റെ പേര്? അബ്ദുൽ ഖുദ്ദൂസ്. അബ്ദുൽ ഖുദ്ദൂസ് എന്ന് പറയുമ്പോ നമ്മളെ ഖുദ്ദൂസ് ഇങ്ങനെ മണ്ണെല്ലാം കുടഞ്ഞിട്ട് വന്നിട്ട് നീത്ത ഒരു നൃത്തം നോക്കുമ്പോ മോന് പോയിട്ട് ഒരു പിടിക്കൽ യാ ഉപ്പ യാ മോനെ. രണ്ടാമത്തെ വർഷം ദജ്ജാലിനോട് നീ അല്ല നീ അല്ല നീ എന്ന് ആർക്ക് പറയേണ്ടി വരൂ? ആർക്ക് പറയേണ്ടി വരൂ? ഒരു സുന്നി ആദർശമുള്ളവനിക്ക് പറയേണ്ട പേര് എന്തേ? ഓൻ പറയൂ നമ്മളെ ഉച്ചലങ്ങോട്ടേക്ക് ഒരു ഔലിയ വന്നില്ല, കാര്യമായ ഔലിയ. അയാൾ പിന്നെന്തെങ്കിലും ചെല്ലുന്ന അല്ലാതെ ചെല്ലുന്ന ലൂസായിട്ടുണ്ടാവും. ഔലിയ തന്നെ. എന്തേത്? മരിച്ച ഉപ്പാനെ വിളിച്ചിട്ട് ഹയാത്താക്കിയിട്ട് കാണിച്ചു. മൊയ്തീൻ ഷെയ്ഖിനെ പറ്റി പറഞ്ഞിട്ടില്ലേ? കോഴിയുടെ മുള്ളോട് കൂകന്ന് ചെന്നാരെ കൂശാതെ കൂകി പറപ്പിച്ച് വിട്ടവർ. മരിച്ചവരെ വിളിച്ചിട്ട് ഹയാത്താക്കാൻ വേണ്ടി മൊയ്തീൻ ഷെയ്ഖിന് കഴിയും. മൊയ്തീൻ ഷെയ്ഖ് ഔലിയാക്കന്മാർ മറ്റാളെ വിളിച്ചിട്ട് ഹയാത്താക്കും എന്ന് ഞമ്മ മാലയിലും നമ്മളെ ബുക്കിലെല്ലാം ഞമ്മ പഠിച്ചിട്ടല്ലേ? അപ്പൊ നമ്മളെ നാട്ടിലേക്ക് ഒരു ഔലിയ വന്ന് അയാളിപ്പോ മരിച്ചാളെല്ലാം വിളിച്ചിട്ട് ഹയാത്തായിക്കൊണ്ടുണ്ട് എന്ന് പറയും. ആര്? സുന്നികളായ നമ്മൾ. സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ളോനെന്ത് പറയുന്നത്? ഓൻ പറയുന്നത് മരിച്ചവരെ ജീവിപ്പിക്കാനും ഹയാത്താക്കാനും അത് അല്ല വേറെ ആർക്കും കഴിവ് കൊടുക്കുകയില്ല, വേറെ ആരും ആ പണിക്ക് പോന്നുമില്ല. മരിച്ചവരെ ഹയാത്താക്കുന്നത് യുഹീ വയുമീത്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും ജീവിച്ചിരിപ്പിക്കുന്നവരെ മരിപ്പിക്കുന്നവനും അല്ലാഹുവാണ് എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ഒറ്റ മരിച്ച ആളെയും ഹയാത്താക്കാൻ ഒരു നബിക്കും ഒരു വലിയനിക്കും കഴിയില്ല. അത് അല്ലാഹുവിന്റെ മാത്രം കഴിവാണ്. അപ്പൊ ഈ അബ്ദുൽ ഖുദ്ദൂസിനെ വിളിച്ചിട്ട് എണീപ്പിച്ചതോ? ഇത് അല്ലാഹുവിന്റെ കഴിവാണ്. ആര് പറയുന്നത്? സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള ബിദ്അത്തിന്റെ കക്ഷി സുന്നി എന്ന് പറയുന്ന ഒരു ഔലിയ വന്നിട്ട് ഹയാത്താക്കി. മുബത്തരി എന്ന് പറയുന്ന അല്ല വന്നിട്ട് വിളിച്ചിട്ട് ഹയാത്താക്കി. അപ്പോൾ ഞമ്മ രക്ഷപ്പെട്ടു. അല്ലാഹു സലാമത്താക്കി തരട്ടെ. ഞമ്മ ഇപ്പൊ ഏറെ പറഞ്ഞെങ്കിൽ ദജ്ജാലിനെ എന്താക്കും? ഒരു ഔലിയ അള്ളയാക്കൂല. എന്തുകൊണ്ട്? നമ്മൾ നേരത്തെ പഠിച്ചതിനെ വിശ്വസിച്ച് എങ്ങനെയാണ് അല്ലാഹു തആല ചില ഔലിയാക്കന്മാർക്ക് മരിച്ചവരെ വിളിച്ചിട്ട് ഹയാത്താക്കാൻ കഴിയും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ ഈ ദജ്ജാലിനെ ഔലിയാക്കിയെങ്കിൽ നമ്മളെ ഈമാന് പാറയല്ലേ? നമ്മളെ ഈമാന് പാറയല്ല, അത് കടലാസ് എന്തുമല്ല. നമ്മളെ ഈമാൻ പറയല്ല. എന്ത്? നമ്മളെ ഈമാനില്ലെങ്കിൽ നല്ല പാറ പോലത്തെ ചില കൊട്ടയ്ക്ക് കൊട്ട കൊട്ട പാറയില്ലേ? ആ പാറ പോലത്തെ അതിനെ നീക്കിറോനും കൂടി സാധ്യമല്ല, അത് പാറിപ്പോല. എന്ത്? ഒരു ഔലിയല്ലാത്ത ആളെ ഔലിയാക്കിപ്പോയെങ്കിൽ ഈമാന് പാറയൊന്നുമല്ല. പിന്നെ അയാളെ കറാമത്ത് കാണുമ്പോ നമ്മ വിരിച്ച ഔലിയാണ്. ഇപ്പൊ നോക്കുമ്പോ അയാളെ ഔലിയല്ല. ഇല്ലേ? ഒരു നാട്ടിൽ വന്നിട്ട് ഒരാൾ ഔലിയായി, അയാൾ തിന്നുന്നു, അയാൾ മൂത്രിക്കുന്നതും കാഷ്ടിക്കുന്നതും കാണുന്നില്ല, തിന്നുന്നു, തിന്നാതെ പിന്നിറക്കി തിന്നുന്നു, ക്രിയാമത്തിന്റെ ചീറ്റ് തിന്നു, ബാറ്റിൽ നിന്ന് പോകുന്നില്ല. ഒരു ഔലിയാന്റെ കഥ. അങ്ങനെ എല്ലാ
അങ്ങനെ പിന്നെ നോക്കുമ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, ആള് തിന്നുന്നു, കുളിക്കുന്നില്ല, നാറൊന്നുമില്ല. കുളിക്കാണ്ടിരിക്കുമ്പോ നാറണല്ലേ? ഔലിയാന്റെ അടയാളം കുറെ ആളങ്ങനെ മനസ്സിലാക്കി. കുളിക്കുന്നുമില്ല, നാറുന്നുമില്ല, കുളിക്കുന്നില്ല. അല്ല നമ്മളെ സലാമത്താക്കി. നമുക്ക് നല്ല കുളിച്ചിട്ട് വൃത്തിയുള്ള ഔലിയന്റെ വേണ്ടത്തരം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുളിക്കാത്ത ഔലിയ നിങ്ങൾക്ക് വേണ്ട. കുളിച്ചിട്ട് വൃത്തിയുള്ള ഔലിയ തന്നെ ഉണ്ട്. മനസ്സിലായില്ലേ? തിന്നിട്ട് നേരെ കക്കൂസിൽ പോകുന്ന ഔലിയ തന്നെ ഉണ്ട്. അത് മതി. ഇത് തിന്നിട്ട് കക്കൂസിൽ പോകാത്ത ഔലിയും വേണ്ട. അത് നിങ്ങൾ ആക്കണ്ട, നിങ്ങൾ തിരക്കാക്കണ്ട. നമുക്ക് ഈ നേരെ ഉള്ളത് ഇല്ലെങ്കിലും നമുക്ക് ടെൻഷൻ ആക്കേണ്ട. നമുക്ക് വേണ്ടത്തരം അള്ളാന്റെ തോഫീക്കുണ്ട്. നിങ്ങൾ ബേജാറാക്കിയാണ്. അപ്പൊ ഞാൻ അങ്ങനെ അങ്ങനെ എല്ലാവരും പോയിട്ട് ഇയാളെ നോക്കി. എവിടെ നോക്കുമ്പോക്കും ഇയാൾ സുബ്ഹാനല്ലാഹ് എന്ത് പിടിക്കാൻ കഴിയുന്നത്, ഇയാൾ തിന്നത് ഇയാളത്തേക്ക് പോന്നു എന്ന് കാണുന്നു. അങ്ങനെ ഒരു കഥ പറയുന്നു. അങ്ങനെ ഒരു വയസ്സത്തി ഉമ്മയുണ്ടായി. ആ ഉമ്മാക്ക് വിചാരിച്ചു ഇതെന്ത് പണി, തിന്നത് ഇയാൾക്ക് പോന്നു. അവസാനം ആ ഉമ്മ നല്ല ഒരു വിരുന്ന് രാത്രി ഒരു പെരയിലാക്കി. ഇത് കിതാബിലില്ല, കേട്ടിട്ടുണ്ട്. ഒരു കിതാബിൽ ഒരു പണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടാക്കി. അയാൾ ചെല്ല സ്റ്റോറി കിതാബിൽ ഇല്ല. ഇപ്പോഴേ ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടാണ്. ഒരാൾ പോയിട്ട് ചോദിച്ചിട്ടില്ല, ഈ സാലി നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് അർത്ഥ ഒട്ടകത്തിന്റെ ഇറച്ചി എന്താക്കി ഉസ്താദ് എന്ന് കേട്ടല്ല. സാലി നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ഒരു ഒട്ടകത്തിന് ആ അർത്ഥ ഇറച്ചി എന്താക്കി ഒരു മുക്കുറിക്കാക്ക് ചൊടി വന്നിട്ട് കഴിയില്ല. മുക്കുറിക്കന്മാർ കുറച്ച് ഉഷാറുപാണ്. ചൊടി വന്നിട്ട് കഴിയില്ല. അത് നിന്റെ ഉപ്പാപ്പാക്ക് കൊടുത്തിനി. അയാള് കൊണ്ടുപോകും. എന്റെ ഉപ്പാപ്പ, നിന്റെ ഉപ്പാപ്പ, നിന്റെ ഉപ്പാന്റെ ഉപ്പ സാലി നബിന്റെ കാലത്തുള്ള ഉപ്പാപ്പാക്ക് കൊടുത്തിന്. അയാൾ കൊണ്ടുപോയി. പോയത് എന്ന് പറയും പോലെ. അങ്ങനെ ഈ ഉമ്മന്താക്കി പെണ്ണുങ്ങൾ കേൾക്കുന്നുണ്ടോ? പെണ്ണുങ്ങൾ അങ്ങനെ നല്ല ഉഷാറ് പോകണം അല്ലേ? അങ്ങനെ വന്നിട്ട് ആ ഉമ്മ ഒരു വിരുന്നിന് വിളിച്ചു. രാത്രി നന്നായിട്ട് ഈ മുരിങ്ങന്റെ ചപ്പില്ലേ, മുരിങ്ങന്റെ ചപ്പ്, ആ മുരിങ്ങന്റെ ചപ്പ് നല്ല കറിയാക്കിട്ട് കൊടുത്തു. മുരിങ്ങന്റെ ചപ്പ് കറിയാക്കി നല്ല കോഴി മുരിക്കൽ ആക്കിയിട്ട് മുരുകന്റെ ചപ്പ് നല്ല എണ്ണ വറുത്തിട്ട് നല്ല ഇയാൾ ഖിയാമത്തിന്റെ തീറ്റി നിന്ന് മുരുകന്റെ ചപ്പ് നല്ല ശ്വാസം. അങ്ങനെ കിട്ടിയത് ഇയാൾ എന്താക്കുന്നറിയോ? ഈ യാത്രയെല്ലാം ഉറങ്ങുമ്പോ ഇയാൾ ഖലാസാക്കുന്ന വയറ്റിന് കാലിയാക്കി. ഏടെ അവിടെ ഒരു ഒരു വെള്ളം ഒരു കെട്ടി നിൽക്കുന്ന വെള്ളത്തിന് സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് ഇയാൾ പുഴയിൽ എന്നെ ഖലാസാക്കുന്നത്. അതിനെ സ്വഭിയാപത്തി ഈ മീനെല്ലാം തിന്നിട്ട് ഖലാസ് തീർക്കുന്നു. ഈ മൂരിങ്ങന്റെ ചപ്പല്ലേ ഇതിനെ മീൻ തിന്ന ഇയാൾ പോയിട്ട് എല്ലാം കള്ളാഹു രാജ്യത്തെല്ലാം ആക്കിയിട്ട് വന്നു. ഈമന്താക്കി കാലത്തെ അഞ്ചിട്ട് പോയിട്ട് നോക്കുമ്പോ മൂരിങ്ങന്റെ ചപ്പ് ആൾക്കാരെ വിളിച്ചിട്ട് കേട്ടിതാ നിങ്ങൾ ഔലിയാന്റെ പണി നോക്കി. നിങ്ങളെ തിന്നത് വയറ്റുന്നു പോകുന്നില്ല. പിന്നെ ഒക്കെ ഞാൻ രാത്രി കൊടുത്ത മുരുകന്റെ ചപ്പിത നല്ല എണ്ണയിൽ പറത്ത ചപ്പിത വിളിച്ചോണ്ട് വന്നില്ല ഇയാൾ. പിന്നെ അയാൾ കറാമത്ത് കാണിച്ചു. പെണ്ണുങ്ങൾക്ക് അങ്ങനെ നല്ല ബുദ്ധി വേണം. ഇതിനിടെ നമ്മൾ കാസർഗോഡ് ബേക്കലത്തിന്റെ അടുത്ത് പെണ്ണുങ്ങൾ ഉണ്ടല്ലോ, കുറച്ചേറെ പെണ്ണുങ്ങൾ വന്നിട്ടുണ്ടാവും. അവർക്ക് ഒരു ധൈര്യം കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞത് എന്റെ അഭിഷേകത്തിലേക്കല്ലേ ഞാൻ പോകുന്നു. അപ്പോ അങ്ങനെ ഒരു പേരേക്ക് പകൽ രണ്ടാള് വന്നല്ല ഈ തട്ടലിങ്ങനെ ഇട്ടിട്ട് നല്ലൊരു ഔലിയാക്കന്മാർ തട്ടലിങ്ങനെ ഇട്ടിട്ട് വരും. അങ്ങനെ വന്നിട്ട് ഉമ്മ എന്തെങ്കിലും തരും, ഉമ്മ അള്ള നിങ്ങളെ കാക്കട്ടെ ഉമ്മ എന്നല്ല പറഞ്ഞ ഉമ്മ കൊടുത്തു. എന്നിട്ട് പറഞ്ഞ് ഞാൻ പിന്നെ മുത്തുപേട്ടയിൽ നിന്ന് വന്നത്, ഏറുപാടിൽ നിന്ന് വന്ന് മറ്റേ അജ്മീറിൽ ഞാൻ വലിയ മുജാബിറാണ്, അടുത്ത ആളാണെന്നല്ല പറഞ്ഞു. ഉമ്മ പിന്നെ കൊടുത്തു. ലാസ്റ്റ് ആ ഉമ്മാന്റെ കേട്ട്, യാ റബ്ബേ നിങ്ങൾ ഈ പൊരയിൽ ഒറ്റക്കന്നെ ഉമ്മ ആരുമില്ലേ? ഞാൻ അജ്മീറിൽ പോയിട്ട് ദ്വാരക്കാം, നിങ്ങൾക്ക് അള്ളാഹു ഒരു കാവൽ തരും വേണ്ടി നിങ്ങൾ ആരുമില്ലേ? ആ ഉമ്മ നേര് പറഞ്ഞു. എന്തു പറഞ്ഞു? ഇല്ല, ഞാനും എന്റെ 2 നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന 2 കിടാക്കളും ഞാനും മാത്രമേ ഉള്ളത്. മാപ്പള ഗൾഫിലുള്ളത് ആരുമില്ല. ജാവും ഞാനും രാത്രി ആ കിടാക്കളും. പിന്നെ അള്ള കാക്കുന്ന അങ്ങനെയുണ്ട്. നിങ്ങൾ അജ്മീറിൽ പോയിട്ട് നല്ലോണം ദ്വാരതിന് നേർച്ച. ഇത് വന്നിനാരെന്നറിയോ നിങ്ങൾക്ക്? ജാമക്കള്ള. ഈ ജാമക്കള്ളനാണ് വന്നിന് മുത്തുപേട്ടന്റെ പേര് വന്ന് തട്ടലിട്ടിട്ട് ഇത് ഈ പൊരയിൽ ആണുങ്ങളുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് പകൽ സമയത്ത് വന്നത്. അങ്ങനെ സെറ്റാക്കിയിട്ട് പോയിട്ട് രാത്രി ഒരു 3-4 കള്ളന്മാർ വന്നിട്ട് ഈമാന്റെ പൊരന്റെ വാതിലൊക്കെ അടിച്ചിട്ട് വാതിൽ
ചവിട്ടി വാതിൽ തുറന്നു. ഉമ്മ എന്താക്കിയെന്നറിയോ? പാഞ്ഞിട്ട് പോയിട്ട് 2, 3, 4 ബെഡ്റൂം ഉണ്ട്, വലിയ പോരാ. ഓരോ ബെഡ്റൂമിന്റെ അടുത്ത് പോയിട്ട് ഇസ്മായിലെ എനിക്കറ 4 വാതിൽ പോയിട്ട് ഒറ്റ വിളിക്കുമ്പോ 3 കള്ളന്മാർ ഒറ്റ പാച്ച. എന്താ ഞമ്മക്ക് കൊര മാറിപ്പോയി. ചിലങ്കോട്ട ഉമ്മമാർ കേൾക്കുന്ന അത്ര ധൈര്യം. എന്തുകൊണ്ട്? പകൽ വന്നിട്ട് ചോദിക്കുമ്പോ 2 കിടാക്കാല്ലാണ്ട് ആരുണ്ട്? ഇത് അബൂബക്കറുണ്ട്, ഇസ്മായിലുണ്ട്, സിദ്ദീഖ്. ഒരു ശൈത്താൻ. പിന്നെ ഇവ ശബ്ദം ഉണ്ടാക്കി ആള് പാലോണ്ട് വന്നു. ഇങ്ങനെ ഒരു ധൈര്യം പെണ്ണുങ്ങൾക്ക് വേണം. അല്ലാഹു സലാമത്താക്കി തരട്ടെ. അങ്ങനെ നല്ല ധൈര്യം. ആ ധൈര്യം നിങ്ങൾ ഭർത്താക്കന്മാർക്ക് മാത്രം കാണിച്ചിട്ടുണ്ട്, അയാളിൽ കാണിച്ചിട്ടുണ്ട്, വേറെ ആരിലും നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഓരോരുത്തരും നിങ്ങൾ ധൈര്യം കാണിച്ചിട്ട് തുഷാറാക്കിയിട്ടുണ്ട്. അത് നമ്മളെ പൂർവികന്മാരെ പാതയിൽപ്പെട്ടത് അല്ല. ഭർത്താക്കന്മാരെ ഓർക്ക് മനസ്സിൽ തോന്നണം, അള്ളാന്റെ ലോകത്ത് ഇതേ ഒരു പെണ്ണ്, എനിക്ക് ഇനി വേറെ പെണ്ണ് അള്ളാന്റെ ലോകത്ത് വേണ്ട. എന്തുകൊണ്ട്? എനിക്ക് എന്തെല്ലാം വേണോ അതെല്ലാം ഈ ഭാര്യന്റെ തന്നെ ഇളക്കണം. എനിക്ക് എന്തെല്ലാം സന്തോഷം കിട്ടുന്നു അതെല്ലാം എനിക്ക് കിട്ടുന്നു. വേറെ ഒന്നിലേക്ക് ഇളക്ക മുഖം തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങളെ ഭർത്താവിന്റെ മനസ്സിൽ തോന്നിക്കുന്ന നിലക്ക് നിങ്ങൾ പെരുമാറിയുള്ളൂ. അങ്ങനെ പെരുമാറെങ്കിൽ ഒരു ജണ്ടും കെട്ടാല മണ്ണും കെട്ടേല. കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനത്തെ വിഷയം ഓന്റെ ജീവിതത്തിൽ എടുക്കില്ല. ഞാൻ നിങ്ങൾക്ക് ആ വിഷയത്തിൽ ഗ്യാരണ്ടി തരുന്നു. പിന്നെ മുംബൈക്ക കൽക്കത്തേക്ക ബംഗളൂർക്ക എവിടെ പോയെങ്കിലും ഓന് വേറെ ഒരു പെണ്ണിന്റെ മുഖം നോക്കിയറിയില്ല, വേറെ ഒരു പെണ്ണിനിക്ക് ഒരു മെസ്സേജ് അയച്ചറിയില്ല, ഒരു മെസ്സേജ് വായിച്ചറിയില്ല. എന്തേ കാരണോ? അത് നിന്റെ ഈ സ്വഭാവം കണ്ട് ആ നിലക്ക് ആ നിന്റെ പുതിയ ആപ്പലിന്റെ കൽബിനെ നീ പൂർണ്ണമായിട്ട് സ്വാധീനിച്ചിട്ട് എടുത്തു എങ്കിൽ സമ്മതിക്കാതെ ഉമ്മമാരോട് ഞാൻ പറയുന്നു. ഇത് നീ നിന്റെ ഉമ്മമാരത്തേക്ക് എത്തുമ്പോ തന്നെ ആ ഭർത്താവ് വിചാരിക്കുന്നത് ഒന്നുകിടന്ന് പോയിട്ട് ഒന്നുകിടന്ന് പോയിനെ മതി. നീ ഇത്ര വേഗം പറഞ്ഞത് അവിടെ നിൽക്കുക, അവിടെ നിൽക്കുക. ഈ അവസ്ഥ നിങ്ങൾ ആക്കിയാണ്. ഇടയ്ക്ക് വെച്ച് ഉമ്മമാരോട് പറഞ്ഞാണ് എന്റെ വിഷയം അതല്ല, അത് നോട്ടീസിലുള്ള വിഷയം കൊടുത്തിട്ടുണ്ടാവും പെണ്ണുങ്ങളെ പറ്റി. ഭാര്യ ഒരു നാൾ 30 നാളത്തെ വേദനയുണ്ടല്ലേ, കടച്ചോറൊക്കെ വിഷയം പറഞ്ഞ് പറ്റ തീർന്നിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ആ വിഷയം തൊട്ടിട്ട് നിങ്ങളെ ബേജാറാക്കുന്നില്ല. ഉമ്മമാരോട് പറഞ്ഞതാണ്. കുറെ സ്ഥലത്ത് നമുക്ക് കേസ് വരുന്നുണ്ട്. വേദന പോയിടത്തെല്ലാം ഒരു ഉമ്മമാർ ലീസ്റ്റ് കൊടുത്തേക്കുന്നത് എന്റെ മാപ്പളുടെ ബുദ്ധി നന്നാകാൻ വേണ്ടി ദ്വാരക്കാം. ഞാൻ അതിന് പറയലുണ്ട്, എന്റെ ദ്വാനേക്കാളും നിങ്ങളെ ബുദ്ധി നേരാവണം. നിങ്ങളെ ബുദ്ധി നേരായെങ്കിൽ മാപ്പളുടെ ബുദ്ധി ഓട്ടോമാറ്റിക്കലി നേരെ ആയിട്ടായി. അപ്പൊ ഞാൻ ദ്വാരക്കാൻ അതിന് മുമ്പ് നിങ്ങളെ ബുദ്ധി ഒന്ന് നേരാക്കണമെന്ന് ഞാൻ ഉമ്മമാരോട് പല സ്ഥലത്തും പറയാറുണ്ട്. പിന്നെ ഓർക്ക് ക്ലാസ് എടുത്ത് കൊടുത്തിട്ട് പിന്നെ ഓർ പറയുന്നത് ഉസ്താദ് പറഞ്ഞ ശരിയല്ലേ, ഇപ്പൊ ഞങ്ങൾ അങ്ങനെ ആക്കിയിട്ട് നോക്കുമ്പോ അയാൾ നേരായി. ചില ആൾ കള്ളു കുടിക്കുന്നുണ്ടറിയോ? പുരക്ക് പോകുമ്പോ കള്ളു കുടിച്ചിട്ട് പോകുന്ന ചില മനുഷ്യന്മാരുണ്ട്. നമ്മളെ ഉച്ചലങ്കോട്ട് നാട്ടിലേടെ ഉണ്ടാവില്ല. അള്ളാഹു സലാമത്താക്കി തരട്ടെ. മറ്റ ബാല്യക്കാരും ചെറുപ്പക്കാരും കള്ളുകുടിന്റെ അല്ലെങ്കിൽ പെണ്ണു കുടിക്കുന്നു, അല്ലെങ്കിൽ ഷൈത്താൻ അവന്റെ ബാക്കിൽ കൂടിയെങ്കിൽ പിന്നെ നിന്റെ കാല് കുത്താക്കിയിട്ട് നിന്റെ തല താത്തിയിട്ട് ആ കള്ളുകുടിയന്മാരെ കൂടെ നരകത്തിലേക്ക് കൊണ്ടുപോകും. അള്ളാഹു സലാമത്താക്കി തരട്ടെ. നമ്മളെ മുസ്ലിംങ്ങളിൽ അതിന് വേണ്ടി ഒരു മെമ്പർ കിട്ടാണ്ട് പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, ചില ആളുകൾ കള്ളു കുടിക്കാനും കഞ്ചാവ് വലിക്കാനും കാരണം ഈ വീട്ടിന്റെ സ്വഭാവങ്ങൾ മോശപ്പെട്ടതിന്റെ കാരണം കൊണ്ടാണ് എന്ന് വ്യക്തമായി റിപ്പോർട്ട് കിട്ടിയതുമുണ്ട്. അതുകൊണ്ട് ഉമ്മമാരോട് ഞാനത് പറയുമ്പോൾ പറഞ്ഞു പോയതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞത്, അങ്ങനെ വലിയിരിക്ക് ഔലിയാക്കന്മാർക്ക് മരണപ്പെട്ടു പോയവരെ വിളിച്ച് ഹയാത്താക്കാൻ കഴിവുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അള്ളയല്ല. ശ്രദ്ധിക്കണം. അപ്പൊ സുന്നികളായ നമ്മള് ഏറെ വന്നാല് ആ ദജ്ജാലിനെ വലിയാക്കും, അള്ളാഹു ആക്കൂല. വിദ്യാത്തിന്റെ കക്ഷികളോ അള്ളാഹു ആക്കന്റെ ഗതികേട് അവർക്ക് വരും. അവർ അള്ളയാക്കും, നമ്മൾ വലിയാക്കും. വലിയല്ലാത്ത ഒരാളെ വലിയാണെന്ന് വിശ്വസിച്ചു പോയാൽ നമ്മളെ ഈമാനിക്ക് തകരാറില്ല, ഈമാന് ബുദ്ധിമുട്ടില്ല. അയാള് വിലായത്തിന്റെ വലിയന്റെ വേഷം കെട്ടിയതിന്റെ തെറ്റ് അവർക്കെന്നല്ലാതെ അയാളെ വലിയെന്ന് വിളിച്ചതുകൊണ്ടോ അയാളെ കൈപിടിച്ച് മുത്തിയതുകൊണ്ടോ നമ്മളെ ഈമാനിക്ക് അപകടം വരുന്നില്ല. പക്ഷേ ഒരു കാര്യം അങ്ങനെ പെട്ടെന്ന് യാദർശികമായി വരുന്നവരെയും കണ്ടവരെ ബാക്കിൽ കൂടുന്നത് സൂക്ഷിക്കണം, ജാഗ്രതയാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്റെ വിഷയം ഞാൻ അതിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ദജ്ജാലിന്റെ ആ കഴിവ്
മരിച്ചവരെ വിളിച്ച് ഹയാത്താക്കുന്ന കഴിവ് ദജ്ജാലിന് അല്ലാഹു കൊടുത്തതാണ്. ആർക്കും അല്ലാഹു കൊടുത്തതാണ്. അങ്ങനെ നമ്മൾ അല്ലാഹുവിനോട് പറഞ്ഞിട്ട് എന്റെ വിഷയത്തിലേക്ക് പോയി നിർത്തട്ടെ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അല്ലാഹുവേ, ചൊവ്വായൊരു പാതയിൽ, ചൊവ്വായൊരു മാർഗത്തിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ചേർത്തി ആ പാതയിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ. മുസ്തഖീമായ, ചൊവ്വായ, വളവില്ലാതെ, തിരിവില്ലാതെ, വളച്ചലില്ലാത്ത, ആ തിരിച്ചലില്ലാത്ത ചൊവ്വായൊരു മാർഗം മുസ്തഖീം. ആ മാർഗത്തിൽ ഞങ്ങളെ നീ ചേർത്ത് ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. എവിടെ ദ്വാരക്കുന്നു മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, നിസ്കാരത്തിന്റെ ഉള്ളിൽ കിബിലക്ക് തിരിഞ്ഞിട്ട് ഒളു കൊടുത്തു നിന്നിട്ട് കൈ കെട്ടിയിട്ടാണ് പറയുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അല്ലാഹുവിന്റെ മഹത്വങ്ങളൊക്കെ ഫാത്തിഹയിൽ പറഞ്ഞു അടിമയാണെന്ന് സമ്മതിച്ചു, സഹായം അല്ലാഹുവിന്റെ വക്കന്നാണെന്ന് ഉറപ്പിച്ചു. എന്നിട്ട് ആ അല്ലാഹുവിനോട് പറയുന്നത്, റബ്ബേ, ചൊവ്വായൊരു പാതയിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണം. അതേനെ ചെയ്താണ് ചൊവ്വായ പാത. അത് പൂർവികന്മാരെ പാതയാണ്. ശിറാത്തുല്ലദീന അൻഅംത അലൈഹിം. നീ നിഅമത്ത് ചെയ്ത, നീ അനുഗ്രഹം ചെയ്ത പൂർവികന്മാരില്ലേ, ആ പൂർവികന്മാരെ മാർഗത്തിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. മുസ്തഖീമായ വഴി അതേത് വഴിയാണ്? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. അല്ലാഹുവായിരിക്കുന്ന നീ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്ത, ഒരുപാട് ഗുണങ്ങൾ ചെയ്ത മഹത്തുക്കളുണ്ട്, പൂർവികന്മാരുണ്ട്. അവരെ വഴിയിൽ ഞങ്ങളെ നീ ചേർത്ത് ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. ആരാണ് അല്ലാഹു തആല നിഅമത്ത് ചെയ്തവർ? ആരാണ് അല്ലാഹു തആല അനുഗ്രഹം ചെയ്തവർ? അത് ഖുർആൻ തന്നെ വേറെ ഒരു സ്ഥലത്ത് പറയുന്നു, വമയ്യുതിഇല്ലാഹ വറസൂല ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു നിഅമത്ത് ചെയ്തവരെ കൂടെയാണ്. അല്ലാഹു നിഅമത്ത് ചെയ്ത ആളുകൾ ആരാണ്? മിനൻ നബിയ്യീൻ. ഒന്ന് അമ്പിയാക്കന്മാർ, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി, കലീമുല്ലാഹി മൂസാ നബി, ശൈഖുൽ അംബിയാ നൂഹ് നബി, റൂഹുല്ലാഹി ഈസാ നബി, ബഹുമാനപ്പെട്ട യൂസുഫ് നബി, യാഖൂബ് നബി, അയ്യൂബ് നബി, ഖാതിമുൽ അംബിയായ നമ്മുടെ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങനെ തുടങ്ങുന്ന അമ്പിയാക്കളുണ്ട്. ആ അമ്പിയാക്കന്മാരെ വഴിയാണ് മുസ്തഖീമായ വഴി. ആ പൂർവികന്മാരെ പാതയിൽ, ആ പൂർവികന്മാരെ വഴിയിൽ, ആ പൂർവികന്മാരെ നടന്നതായ ആ റൂട്ടിലൂർ മാത്രം ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. മിനൻ നബിയ്യീന വസ്സദ്ദീഖീൻ. സിദ്ദീഖീങ്ങളായ മഹാന്മാരെ മാർഗം ആരാണ്? സിദ്ദീഖ് അബൂബക്കറിന് സിദ്ദീഖ്, സിദ്ദീഖുൽ അക്ബറാണ്. ഉമർ ഇബ്നു ഖത്താബ് സിദ്ദീഖാണ്. ഉസ്മാൻ അഫ്ഫാൻ സിദ്ദീഖാണ്. അലി ഇബ്നു അബീ താലിബ് സിദ്ദീഖാണ്. സ്വഹാബത്ത് മുഴുവനും സിദ്ദീഖീങ്ങളാണ്. അസ്ഹാബി തൻജു ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എന്റെ സ്വഹാബത്ത് മുഴുവനും നക്ഷത്ര തുല്യരാണ്, പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളാണ്. ഏതൊരു സഹാബിന്റെ പിന്നിൽ കൂടിയാലും നിനക്ക് ഹിദായത്ത് കിട്ടി. ആ സിദ്ദീഖീങ്ങളായ സ്വഹാബത്തിന്റെ മാർഗത്തിലും നിങ്ങളെ ചേർക്കണേ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. വശുഹദാഇ. സുഹദാക്കളില്ലേ, ബദർ സുഹദാക്കൾ, ഉഹദീങ്ങളായ സുഹദാക്കൾ. എത്ര സുഹദാക്കളുണ്ട് നമ്മുടെ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലും അതിന്റെ ശേഷവും എത്ര സുഹദാക്കളാണ്. അതിന്റെ മുമ്പ് കഴിഞ്ഞ അമ്പിയാക്കന്മാരുടെ ഉമ്മത്തികളിൽ സുഹദാക്കളുണ്ട്. എത്രത്തോളം ചില മുഅ്മിനീങ്ങളെ അക്കാലഘട്ടത്തിലുള്ള ശത്രുക്കള് അവരെ വിശ്വാസത്തിൽ നിന്ന് അവർ മടങ്ങാതെ വന്നപ്പോൾ ഒരു കുഴി കുഴിച്ചിട്ട് ആ കുഴിയിൽ നിർത്തിയിട്ട് നെറുവന്തലന്റെ മേലെ ഈർച്ചവാള് വെച്ചിട്ട് മരം മുറിക്കുന്ന ഗർഗാസില്ലേ, ഈർച്ചവാളില്ലേ, ആ വാള് ആ മുഅ്മിനായ മനുഷ്യന്റെ തലയിൽ വെച്ചിട്ട് രണ്ട് ആൾക്കാർ അപ്പുറം നിന്നിട്ട് ആര് ഇസ്ലാമിന്റെ ശത്രുക്കൾ നിന്നിട്ട് ഈ മുഅ്മിനായ മനുഷ്യനെ കുഴിയിൽ നിർത്തിയിട്ട് ആര് പഠിപ്പിക്കുന്നു? അല്ലാഹുവിന്റെ റസൂലാണ് പഠിപ്പിക്കുന്നത്. ഇവന്റെ
അവന്റെ തലയിൽ ഗർഗാസ് വെച്ചിട്ട് രണ്ട് ഭാഗത്ത് രണ്ടാള് വെച്ചിട്ട് ആ ഗർഗാസിന്റെ തല പിടിച്ചിട്ട് വലിക്കാൻ നോക്കുന്നു. എന്നിട്ട് പറയുന്നേടാ, ഈ ഗർഗാസ് കൊണ്ട് ഈർച്ചവാള് കൊണ്ട് നിന്നെ മുറിച്ച് രണ്ട് കട്ടമാക്കുന്നു. അന്തീരിക്ക് ഇസ്ലാം ദീനിൽ നിന്നിട്ട് നീ മടങ്ങടാ എന്ന് പറയുമ്പോൾ ആ മുഅ്മിനായ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, ഞാൻ മടങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ ഈർച്ചവാള് കൊണ്ട് അവനെ മുറിക്കുന്നു. തലച്ചോറ് മുറിഞ്ഞു, രക്തം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. അപ്പോഴും ചോദിക്കുന്നു, മടങ്ങടാ, നിന്റെ ദീനിൽ നിന്നിട്ട്, നിന്റെ ആശയത്തിൽ നിന്ന് മടങ്ങടാ, നിന്റെ ആദർശത്തിൽ നിന്ന് മടങ്ങടാ, സുന്നത്ത് ജമാഅത്തിൽ നിന്ന് മടങ്ങടാ, ഈമാനിൽ നിന്ന് മടങ്ങടാ എന്ന് പറഞ്ഞ ആ ശത്രുക്കൾ ഈർച്ചവാളുകൊണ്ട് മുറിച്ചിട്ട് പറയുമ്പോൾ ഈ മുഅ്മിനായ മനുഷ്യൻ അവൻ പറഞ്ഞു, ഇല്ല, ഈ ആശയത്തിൽ നിന്ന്, ഈ ആദർശത്തിൽ നിന്ന്, ഈ പ്രസ്ഥാനത്തിൽ നിന്നിട്ട് ഞാൻ മടങ്ങില്ല. നിങ്ങൾ എന്നെ ഇഞ്ചിഞ്ചായി രണ്ട് ഘട്ടമാക്കി മാറ്റി പിന്നെയും ഘട്ടങ്ങളാക്കി ചെറിയാൽ എന്റെ വിശ്വാസത്തിൽ നിന്ന്, എന്റെ ആദർശത്തിട്ട് ഞാൻ മടങ്ങുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതെവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലഘട്ടത്തിന് മുമ്പ് വന്ന അമ്പിയാക്കളുണ്ടല്ലോ, ആ അമ്പിയാക്കളെ കൊണ്ട് വിശ്വസിച്ച മുഅ്മിനീങ്ങളെ കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരോട്, മുഅ്മിനീങ്ങളോട് ഞാൻ പറയുന്ന അത്രയും വലിയ പരീക്ഷണം നേരിട്ടോ. അങ്ങനെ മുറിച്ചിട്ട് രണ്ട് ഘട്ടമാക്കി നേരെ ഇങ്ങനെ മുറിച്ചിട്ട് മുൻദ്വാരം പിൻദ്വാരം മുറിഞ്ഞിട്ട് ഒരു കാലും ഒരു കൈയും അപ്പുറത്ത്, മറ്റൊരു കൈയും കാലും ഇപ്പുറത്ത്. സുബ്ഹാനല്ലാഹ്, ആ നിലക്ക് ഷഹീദായ ശുഹദാക്കളുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട ബദരീങ്ങൾ ശുഹദാക്കളാണ്, ഉഹദീങ്ങൾ ശുഹദാക്കളാണ്. ഉഹദിൽ വെച്ച് അനസ് റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരനായ സ്വഹാബി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ കാശ് കിട്ടുമ്പോ, ദുനിയാവ് കിട്ടുമ്പോ, അധികാരം കിട്ടുമ്പോ, സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോ, ഭൗതികമായ ലാഭത്തിന് വേണ്ടി അല്ലാഹുവിന്റെ ഹബീബിനെ കൈവിടുന്നവരില്ലേ, സുന്നത്ത് ജമാഅത്ത് കൈവിടുന്നവരില്ലേ, ലോകത്തിന്റെ അംഗീകാരം വാങ്ങുന്നവരില്ലേ? നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ആ പൂർവികരായ മഹത്തുക്കളെ പാത പഠിച്ചോ, മാർഗം പഠിച്ചോ. അദ്ദേഹം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉഹദ് യുദ്ധത്തിൽ വെച്ച് ശത്രുക്കൾ റസൂലുള്ളാഹിനെ കൊന്നുകളയാൻ ഒരു സമയത്ത് സ്വഹാബാക്കൾ ഉഹദ് യുദ്ധത്തിന്റെ പടക്കളത്തിന് വിട്ടുഓടിയ അവസ്ഥ വന്നിട്ടുണ്ട്. ഞാൻ ചരിത്രം പറയുന്നില്ല. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ കൂടെ കുറഞ്ഞ സ്വഹാബാക്കൾ മാത്രം ബാക്കിയായപ്പോൾ റസൂലുള്ളാഹിനെ കൊന്നുകളയാൻ, അതോടുകൂടി ഇസ്ലാം ഇല്ലാതെയാക്കാൻ വേണ്ടി ശത്രുക്കൾ വാളും പരിചയും വലിയ വടിയുമായി കുന്തവുമായി വന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത്, ഓ സുന്നി പ്രവർത്തകന്മാരെ, നിങ്ങളെപ്പോലൊരു ചെറുപ്പക്കാരനായ നല്ല ബോഡിയുള്ള യുവാവായ അനസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ആ അനസ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, ശത്രുക്കളെ വാളിന്റെ വെട്ട്, ശത്രുക്കളെ കുന്തത്തിന്റെ കുത്ത്, അമ്പിന്റെ ഏറ് അങ്ങയുടെ ശരീരത്തിലേക്ക് പതിയാതെ, തങ്ങളുടെ ശരീരത്തിലേക്ക് തട്ടാതെ ഈ അനസ് എന്റെ ശരീരം കാണിച്ചുകൊണ്ട് ഞാനത് തടുക്കും നബിയേ, ഞാനത് തടയും നബിയേ. ഓ സുന്നി ആദർശമുള്ള മുസ്ലിമീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിനെ ചീത്ത പറയുമ്പോ, അല്ലാഹുവിന്റെ ഹബീബ് മണ്ണിന്റെ അടിയിൽ നശിച്ച് വലിയമസമായി എന്ന് പറയുമ്പോ നിന്റെ ഈമാനിക്ക് ചൂട് പിടിക്കുന്നില്ലടാ, നിനക്കതിനോട് വെറുപ്പ് വരുന്നില്ലടോ, അവനോട് നിനക്ക് വെറുപ്പ് വരുന്നില്ലേ? എങ്കിൽ നീ അനസ് റളിയല്ലാഹു അൻഹുവായ പൂർവികന്മാരെ പാതയിലല്ലടോ നിന്റെ ചര്യ, നിന്റെ മൊട്ടമുള്ളത്. നീ ചലിക്കുന്നത് ആ വഴിയിലല്ല. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബായ നബിയേ, തങ്ങളെ വെട്ടുന്ന വാളിന്റെ വെട്ട് മുഴുവനും എന്റെ ശരീരം കൊണ്ട് ഞാൻ തടുക്കും നബിയേ. അമ്പിന്റെ ഏറുകളെ എന്റെ നെറ്റി കൊണ്ട്, എന്റെ ശരീരം കൊണ്ട് തടുക്കും, കുന്തത്തിന്റെ കുത്തുകളെ കൊണ്ട് തടുക്കും നബി. തങ്ങളെ ശരീരത്തിലേക്കൊരു പോറലേൽക്കാതെ ഈ അനസ് തങ്ങളെ ശരീരത്തിന്റെ 4 ഭാഗത്ത് ഓടി ഓടി വരുന്ന വാളിന്റെ വെട്ട് തടുക്കുന്നു. മക്കളെ, കുന്തത്തിന്റെ കുത്തുകൾ തടുക്കുന്നു, അമ്പിന്റെ ഏറുകൾ തടുക്കുന്നു. അതാ
സ്വഹീഹായ ഇമാം ബുഖാരിയുടെ ഹദീസിൽ കാണുന്നു സുബ്ഹാനല്ലാഹ് 80 ചില്ലാനം വാളിന്റെ വെട്ടും മാകുണ്ടത്തിന്റെ കുത്തും അമ്പിന്റെ ഏറുമടക്കം 80 ചില്ലാനം മുറിവുകൾ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ അങ്ങ് പതിയുമ്പോൾ അനസ് അവിടെ വീണുപോയി. ഓ ചെറുപ്പക്കാരെ, 80 ചില്ലാനം വെട്ടുകള് അവിടുത്തെ ശരീരത്തിലേക്ക് വന്നതെങ്ങനെയാണ് മക്കളെ? ഹബീബായ മുത്തുനബിന്റെ ശരീരത്തിലേക്ക് വരുന്ന വെട്ടുകളെയാണ്, മുത്തുനബിന്റെ ശരീരത്തിലേക്ക് വരുന്ന കുന്തത്തിന്റെ കുത്തുകളെയാണ്. ഓ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, ഹബീബായ മുത്തുനബിന്റെ ശരീരത്തിലേക്ക് എറിയുന്ന അമ്പാണ് അനസിന്റെ നെറ്റിയിൽ കയറുന്നത്, അനസിന്റെ തലച്ചോറിൽ കയറുന്നത്, അനസിന്റെ ശരീരത്തിലേക്ക് വാളിന്റെ വെട്ട്. 80 ചില്ലാനം മുറിവുകള് ശത്രുക്കളെ ഭാഗത്ത് അനസേറ്റെടുക്കുന്നു. ആർക്കു വേണ്ടി? ഹബീബായ റസൂലുള്ളാഹി. കണ്ടോ ശുഹദാക്കളെ മാർഗം, ശുഹദാക്കളെ മാർഗത്തിൽ നിർത്താൻ വേണ്ടി ദ്വാരക്കുന്ന മുസ്ലിമേ, ശുഹദാഇന്റെ മാർഗം പഠിച്ചു നോക്കി. ഇവിടെ എന്നെ ചെയ്യുന്നത് ഹബീബായ റസൂലുള്ളാഹിനെ സംരക്ഷിക്കുകയാണ്. ഹബീബായ മുത്തുനബിയിലുള്ള മഹബ്ബത്ത്, ആ സ്നേഹം കൊണ്ട് റസൂലുള്ളാഹിക്കൊന്നും സംഭവിക്കാൻ പറ്റുകയില്ല. അനസ് റളിയല്ലാഹു അൻഹു 80 ചില്ലാനം മുറിവേറ്റപ്പോൾ അവിടെ വീണുപോയി. ഓ സുഹൃത്തുക്കളെ, വീണുമ്പോൾ ശത്രുക്കൾ പെട്ടെന്ന് അനസിന്റെ ശരീരം പൊക്കിയെടുത്തുകൊണ്ടുപോയി അവരെ ടെണ്ടിൽ കിടത്തി. എന്നിട്ടതാ വലിയ കത്തിയെടുത്തിട്ട് അനസിന്റെ ശരീരത്തിനെ കട്ടം കട്ടമാക്കി, പച്ചക്കറി സാധനം മുറിക്കുന്നത് പോലെ കഷ്ടം കഷ്ടമാക്കി ഒരു സ്ഥലത്ത് റാസിയാക്കി കൂമ്പാരമാക്കി കൂട്ടിവെച്ചു. ചെറുപ്പക്കാരാ, ഉമ്മമാരെ, എന്താണ് അനസ് ചെയ്തത്? എന്താണ് അനസിന്റെ പാത? ഹബീബായ പൊന്നു മുസ്തഫ, ഉറക്ക സ്വലാത്ത് മുത്തു മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ആ മുത്തുനബിക്ക് വേണ്ടി എല്ലാം ഏറ്റെടുത്തതാണ് മുഅ്മിനീങ്ങളെ. മുറിച്ചിട്ടവിടെ കട്ടമാക്കി കൂട്ടിവെച്ചിട്ടുണ്ട്. യുദ്ധം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഒരുപാട് മയ്യിത്തവിടെ കിടക്കുന്ന 70ഓളം സ്വഹാബാക്കൾ മരിച്ചിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു മരിച്ചിട്ടുണ്ട് ഉഹദിൽ. പക്ഷേ ഒരു മയ്യിത്ത് തിരിച്ചറിയുന്നില്ല. ആ മയ്യത്തിന്റെ കണ്ണ് രണ്ട് തോണ്ടിയിട്ടുണ്ട്, ശശി മുറിച്ചിട്ടുണ്ട്, നാവിനെ ചവിട്ടി വെച്ച് പുറത്തേക്ക് വലിച്ചു മുറിച്ചിട്ടുണ്ട്, പല്ല് കുത്തി പൊടിപ്പിച്ചിട്ടുണ്ട്, തലച്ചോറ് പൊട്ടിച്ചിട്ടുണ്ട്, കയ്യിന്റെ എല്ലാ വിരലുകളും കഷ്ണം കട്ടമാക്കി, കൈ കഷ്ണമാക്കി, കാല് കഷ്ണം കട്ടമാക്കി, നെഞ്ചിനെ പൊടിപൊടിയാക്കി, എല്ലാം കഷ്ടമാക്കി അവിടെ റാസിയായി കൂട്ടിവെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, ഇതാര മയ്യിത്താണ്? ഇതാര ശരീരമാണ്? സ്വഹാബത്തിന് തിരിയുന്നില്ല, ആർക്കും മനസ്സിലാകുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ നോട്ടത്തിലും തിരിയുന്നില്ല. മുഅ്ജിസത്ത് കൊണ്ടുള്ള നോട്ടത്തിലല്ല നോക്കുന്നത്, സാധാരണ നോട്ടം കൊണ്ട് നോക്കുമ്പോ തിരിയുന്നില്ല. മുത്തുനബി ചോദിക്കുന്നു, ഇതാര മയ്യിത്താണ്? ഈ നിലക്ക് കഷ്ടം കഷ്ടമാക്കി വെച്ചിരിക്കുന്നത് ഇതാര മയ്യിത്താണ്? തിരിച്ചറിയുന്നോ? തിരിച്ചറിയുന്നില്ല. അങ്ങനെയാകുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽപ്പെട്ടൊരു ചെറിയ പെൺകുട്ടി അവിടത്തേക്ക് വന്നിട്ട് പറയുന്നു, ഞങ്ങളെ അനസ് റളിയല്ലാഹു അൻഹു ഈ യുദ്ധത്തിൽ വെച്ച് ഷഹീദായിട്ടുണ്ടോ? അനസ് ജീവിച്ചിരിപ്പുണ്ടോ? അന്വേഷിക്കാൻ വന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മരിച്ച കൂട്ടത്തിൽ അനസിനെ തിരിയുന്നില്ല, അനസില്ല. ഇവിടെ ഒരു മയ്യിത്തുണ്ട്. ആ ചെറിയ പെൺകുട്ടി വന്നിട്ട് അനസിന്റെ കൈയിന്റെ പെരല് മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത്. ആ പെരലിങ്ങനെ അടുത്ത് വെച്ചിട്ട് ആ പെൺകുട്ടി പറഞ്ഞു, ഇത് എന്റെ ആങ്ങളയുടെ മയ്യിത്താണ്, അനസിന്റെ ശരീരമാണെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പൊട്ടി 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 കരഞ്ഞുപോയി.
കരഞ്ഞിട്ട് പറഞ്ഞു, എന്റെ ശരീരത്തിലേക്ക് വന്ന അമ്പിന്റെ ഏറുകളെ, വാളിന്റെ വെട്ടുകളെ മുഴുവനും തടുത്ത് എമ്പൊരു ചില്ലാന മുറിവേറ്റ് വീണുപോയ അനസിനെയാണോ, എന്റെ അനസിനെയാണോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞുപോയി, വല്ലാഹി ലഉമസ്സിലന്ന മിൻഹും ബിസബഈൻ. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, എന്റെ അനസിനെ ഈ കഷ്ടം കഷ്ടമാക്കിയ ശത്രുക്കളിൽ നിന്ന് 70 ആളുകളെ അതിന് പകരമായി അവരെ കൂട്ടത്തിൽ ഞാൻ കഷ്ടം കഷ്ടമാക്കുമെന്ന് സങ്കടം കൊണ്ട് പൊട്ടിക്കരഞ്ഞു പറഞ്ഞുപോയി. മലക്ക് ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, വസ്ബിറൂ വസാബിറൂ. നബിയെ, തങ്ങളങ്ങനെ ദേഷ്യം പിടിച്ച് ബേജാറായി പറഞ്ഞു പോകണ്ട, തങ്ങൾ വലിയ ക്ഷമയുള്ള ആളാകണം നബിയെ. അല്ലാഹു പറഞ്ഞത് ക്ഷമിക്കാനാണ്. അഥവാ 70 ആളുകൾ അവിടെ കൂട്ടത്തിൽ നിന്ന് ഈ നിലക്ക് മുറിക്കുമെന്ന് പറഞ്ഞത് അത് ബേജാറ് കൊണ്ട് പറഞ്ഞതാണ്. തങ്ങൾ ആ സത്യം ചെയ്തതുപോലെ ചെയ്യരുത് നബിയെ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതിന് കഫാറത്ത് പരിഹാരം കൊടുത്തുകൊണ്ട് സത്യത്തിൽ നിന്ന് മാറുന്നു. ഞാൻ പറയട്ടെ നിങ്ങളോട്, ഈ ശുഹദാക്കളെ വഴി മിനൻ നബിയീന വസ്സദ്ദീഖീന വശുഹദാഇ, അതിൽപ്പെട്ട ഒരു ശുഹദാഇന്റെ സംഭവം എന്റെ ചെറുപ്പക്കാരോട്, സുന്നി ആദർശമുള്ള മുസ്ലിമീങ്ങളോട്, ഹബീബായ റസൂലുള്ളാഹിന്റെ മുഹിബ്ബീങ്ങളോട്, റസൂലുള്ളാഹിനെ ആശിക്കുന്നവരോട്, നിങ്ങൾ കണ്ടോ ഒരു ചെറുപ്പക്കാരൻ അവന്റെ പെങ്ങളെ കല്യാണം ചെയ്തു കൊടുത്തു. ആ കല്യാണം ചെയ്തു കൊടുത്ത ഈ അളിയൻ ഗൾഫിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവൻ സലഫി ആശയത്തിൽ പോയി. എന്നിട്ട് നിങ്ങൾ നോക്കണം, ആ അളിയന് പോയിട്ട് ഇവന്റെ കല്യാണത്തിന് വേണ്ടി ക്ഷണിക്കാൻ പോകുന്നു. ഇവന്റെ പെങ്ങളെ ഭർത്താവാണ്, അളിയനാണ്. പക്ഷേ ഇപ്പോൾ ആശയം മാറി. ഇവൻ പോയിട്ട് പറഞ്ഞു, അളിയാ, നമ്മളെ മംഗലമുണ്ട്, നിങ്ങളും പെങ്ങളും കുട്ടികളും മറ്റന്നാള് കല്യാണത്തിന് 2 ദിവസം മുമ്പ് തന്നെ വരണം എന്ന് വിളിക്കുമ്പോ, ഓ മുസ്ലിം ഉമ്മത്തെ, മാലിക് ദിനാർ തങ്ങളെ ഉറൂസ് നടത്തുന്ന ജനങ്ങളെ, സ്വഹാബത്തിനെ നിങ്ങൾ കണ്ടില്ലേ? സ്വഹാബത്തിന്റെ നിലപാട് കണ്ടില്ലേ? സ്വഹാബത്തിന്റെ വിശ്വാസം കണ്ടില്ലേ? അവർക്ക് അല്ലാഹുവിന്റെ റസൂലാണ് ഏറ്റവും വലുത്. അവരെ ജീവനല്ല, അവരെ ശരീരമല്ല, അവരെ കുടുംബമല്ല, അവരെ മക്കളല്ല, അവരെ സ്വത്ത് അല്ല, അവർക്ക് വലുത് ഹബീബായ റസൂലുള്ളയാണ് കേട്ടോ. ആ സ്വഹാബത്തിന്റെ കൂടെ നിൽക്കുന്ന നിങ്ങള്, ആ സ്വഹാബത്തിന്റെ ഉറൂസ് നടത്തുന്ന നമ്മള്, സുബ്ഹാനല്ലാഹ്, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കുന്ന, നൊമ്പലിപ്പിക്കുന്ന ഒരു വാക്കോ ആശയങ്ങളോ ആദർശങ്ങളോ പ്രവർത്തനങ്ങളോ നമ്മളിലുണ്ടായാൽ ഈ സ്വഹാബത്ത് നമ്മളെ കൂടെ ഇല്ല. എന്തുകൊണ്ട്? അവർക്ക് ഏറ്റവും വലുത് ഹബീബായ റസൂലുള്ളയാണ് കേട്ടോ. അല്ലാഹുവിനെ കഴിക്കാൻ ഹബീബായ റസൂലുള്ളയാണ് കേട്ടോ. അതാ നിങ്ങൾ ആലോചിക്കണം. ഈ അളിയൻ പോയിട്ട് ഇവനെ കല്യാണത്തിന് ക്ഷണിക്കുമ്പോ ഇവൻ ചോദിച്ച ചോദ്യം എന്താണ്? നിന്റെ വീട്ടിൽ കല്യാണത്തിന് ഞാൻ വരണോ? വരണമെങ്കിൽ നിന്റെ പെങ്ങൾ എന്റെ ഭാര്യ അയക്കണമെങ്കിൽ ഒരു നിർബന്ധമുണ്ട്. നിന്റെ വീട്ടിൽ കല്യാണത്തിനോടനുബന്ധിച്ച് നിങ്ങളൊക്കെ വീട്ടിൽ നടത്തിക്കൊണ്ടുവന്നൊരു പരിപാടിയുണ്ടല്ലോ, മൗലിദ് എന്ന് പറഞ്ഞിട്ട്, ബദർ മൗലൂദ്, മങ്കൂസ് മൗലൂദ് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയുള്ള വല്ല മൗലൂദും നിന്റെ വീട്ടിൽ നടത്തുന്നെങ്കിൽ ഞാനങ്ങോട്ട് വരില്ല. അപ്പൊ ഈ ചെറുപ്പക്കാരനായ അളിയൻ പറഞ്ഞു, ഇല്ല, മംഗലത്തിന്റെ അന്ന് ഞങ്ങളെ വീട്ടിൽ മൗലൂദില്ല. ഒരു ദിവസം മുമ്പാണ് ഞങ്ങളെ വീട്ടിൽ മൗലൂദുള്ളത്. ഒരു ദിവസം മുമ്പ് ഞങ്ങളെ വീട്ടിൽ ബദർ മൗലൂദുണ്ട് എന്ന് പറയുമ്പോ, മുസ്ലിം ഉമ്മത്തെ, ബദർ മൗലൂദായാലും മങ്കൂസ് മൗലൂദായാലും ഹബീബായ റസൂലുള്ളാഹിന്റെയും അവിടത്തെ സ്വഹാബത്തിന്റെ മദ്ഹുകൾ, മഹത്വങ്ങൾ പറയുന്ന ആ
മൗലിദുണ്ടെന്ന് പറയുമ്പോ ഇവൻ പറഞ്ഞ മറുപടി ഇല്ല, ഞാൻ വരില്ല. പിറ്റന്നാള് വരണമെങ്കിൽ ഒരു ദിവസം മുമ്പ് നിന്റെ വീട്ടിൽ വെച്ച് മൗലിദോദിയ സ്ഥലമില്ലേ, ആ റൂമില്ലേ, അതിനെ നീ മണ്ണിട്ടിട്ട് കഴുകി വൃത്തിയാക്കിയാലേ ഞാൻ നിന്റെ വീട്ടിൽ വരുള്ളൂ. സഹോദരന്മാരെ, നമ്മളെ വീട്ടിൽ മണ്ണിട്ടിട്ട് കഴിക്കുന്നത് എപ്പോഴാണ്? ഒരു നായ കയറിയാലല്ലേ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈ ഉമ്മത്ത് എവിടെയെത്തി സഹോദരന്മാരെ? നമ്മൾ ഉറൂസും ദഫ്റാത്തീബും സലാത്ത് വാർഷികവും നിക്റാൽക്കെന്ന വാദൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ശത്രുക്കള് ഇത്രയും കടുത്ത ഭാഷയിൽ ഹബീബായ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞ, ബദരീങ്ങളെ മദ്ഹ് പറഞ്ഞ സ്ഥലത്തിന് മണ്ണിട്ട് കഴുകണം പോലോ പോരാ. ആ വീട്ടിലുണ്ടാക്കിയ ശീലണിയില്ലേ, അത് പന്നിയിറച്ചിനേക്കാളും മോശപ്പെട്ടതാണ്. പന്നിയിറച്ചിയെങ്കിലും തിന്നാ. നിങ്ങളെ മൗലിദുണ്ടാക്കുന്ന നെയ്ച്ചോറും ബിരിയാണിയും ശീലണിയുമുണ്ടോ? അത് പന്നിയിറച്ചിനേക്കാളും മോശമാണ്. അതൊക്കെ ഉണ്ടാക്കിയ പാത്രവും മണ്ണിട്ട് കഴുകണോ? അത് പന്നിന്റെ ഇറച്ചിനേക്കാളും നായിന്റെ ഇറച്ചിനേക്കാളും മോശമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ നിലയ്ക്ക് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ഹബീബായ റസൂലുള്ളാഹിനെ പറയുമ്പോ നിന്റെ നാവിലൊരു മറുപടി പറയുന്നുണ്ടാ? എടാ, എന്റെ പെങ്ങളെ നിനക്ക് കെട്ടിച്ചു തന്നത് ശരിയാണ്. എടോ, എന്റെ പെങ്ങൾ നിന്റെ അണ്ടറിലാണ്, അതിൽ ഞാൻ ഇടപെടുന്നില്ല. പക്ഷേ എന്റെ വീട്ടിലേക്ക് ഹബീബായ റസൂലുള്ളാഹിന്റെ മദ്ഹ് എന്റെ വീട്ടിലോതിയതിനിക്ക് മണ്ണിട്ട് കഴുകിയിട്ട്, എടാ നീ എന്റെ വീട്ടിൽ വരണ്ട, നിന്റെ സംബന്ധം വേണ്ട, നിന്റെ ബന്ധം വേണ്ട എന്ന് പറയുന്നൊരു പാതയിലാണോ മുസ്ലിമേ നീ? എങ്കിൽ നീ പൂർവികന്മാരെ പാതയിലുണ്ട്, ബദരീങ്ങളെ പാതയിലുണ്ട്, ഉഹദീങ്ങളെ പാതയിലുണ്ട്, ശുഹദാഇന്റെ പാതയിലുണ്ട്. നിങ്ങൾ കണ്ടോ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു ഉമറിനോട് പോയിട്ട് ഒരാൾ പറഞ്ഞു, ഇന്നാലെന്നൊരാൾ നിങ്ങൾക്ക് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട്. ആളെ പേര് ചോദിച്ചു, ഇന്നാളെ പേര് പറഞ്ഞു. ആ സമയത്ത് ഉമർ ഇബ്നു ഖത്താബിന്റെ മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്ന മുത്തബിഉസ് സുന്നയാണ്. ആ അബ്ദുള്ള പറയുന്ന, എന്റെ സലാം നീ അങ്ങോട്ട് പോയിട്ട് പറയുകയും വേണ്ട, ഞാൻ അവന്റെ സലാം മടക്കുന്നതും ഇല്ല. പഠിച്ചോളൂ നിങ്ങൾ. സ്വഹാബത്തിന്റെ വഴി സിദ്ദീഖ് നിങ്ങളെ വഴി പഠിച്ചോ, സിദ്ദീഖ് നിങ്ങളെ വഴി പഠിച്ചോ, ശുഹദാഇന്റെ വഴി പഠിച്ചോ. ഉമർ ഇബ്നു ഖത്താബ് തന്നെ അബ്ദുള്ള പറയുന്നത്, അവന്റെ സലാം ഞാൻ മടക്കുന്നില്ല, എന്റെ സലാം അങ്ങോട്ട് പറയുകയും വേണ്ട. ഫഇന്നഹു ഖദ് അഹദസ, അല്ലാഹുവിന്റെ ദീനിന്റെ അകത്ത് അവൻ പുതിയ വാദങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, ബിദ്അത്ത് തുടങ്ങിയിട്ടുണ്ട്, പുതിയ ആശയം തുടങ്ങിയിട്ടുണ്ട്. അവന്റെ സലാം എനിക്ക് വേണ്ട, എന്റെ സലാം അങ്ങോട്ട് പറയുകയും വേണ്ട. പഠിച്ചോ പൂർവികന്മാരെ പാത, സുദീഖികളെ പാത, ശുഹദാക്കളെ പാത പഠിച്ചോ. പോരാ മിനൽ നബിയീന വസ്സുദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഇമാമുന ശാഫിഈ, ഇമാം നബവി, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം നബവി, ഇമാം റാഫിഈ, ഇമാം സുബ്കി, ഇമാം ഗസാലി, ഇമാമുൽ ഹറമൈൻ, സയ്യിദുൽ മഖ്ദൂബുൽ മഅബരി, ബഹുമാനപ്പെട്ട മമ്പുറം സയ്യിദ് അലവി തങ്ങൾ, ഉള്ളാളം സയ്യിദ് മുഹമ്മദ് ശരീഫുൽ മദനി തങ്ങൾ, ഖാജ മുഈനുദ്ദീൻ ജിസ്ൽ അജ്മീരി തങ്ങൾ, പോരാ ഖുതുബുൽ അഖ്താബ് റൗഹുൽ ആദം ശൈഖ് മുഈനുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അഹ്മദുൽ കബീർ റിഫായി, അഹ്മദുൽ ബദവി, ഇബ്രാഹിം അദ്ദസൂഖി, അബുൽ അശ്അരി അശ്ശാദിലി, ജുനൈദുൽ ബഗ്ദാദി, മഅറൂഫുൽ ഖൽഖി, സിർർ സഖ്തി, ഇവരെല്ലാം സാലിഹീങ്ങളല്ലേ? ഇവരൊക്കെ സാലിഹീങ്ങളല്ലേ?
ഷാഫി ഇമാം സ്വാലിഹല്ലേ, അബൂ ഹനീഫ ഇമാം സ്വാലിഹല്ലേ, ഇമാം മാലിക് സ്വാലിഹല്ലേ, ഇമാം ഹംബൽ സ്വാലിഹല്ലേ, ഇമാം നബവി സ്വാലിഹല്ലേ, ഇമാം റാഫി സ്വാലിഹല്ലേ, ഇമാം ഗസാലി സ്വാലിഹല്ലേ. മുസ്ലിമീങ്ങൾ പഠിച്ചോ, ഔഫൽ അഅ്ലം സ്വാലിഹല്ലേ, റിഫായി ശൈഖ് സ്വാലിഹല്ലേ, അഹ്മദ് അൽ ബദവി സ്വാലിഹല്ലേ, ഇബ്രാഹിം അദ്ദസൂഖി സ്വാലിഹല്ലേ, മഅറൂഫ് അൽ ഖർഖ് സ്വാലിഹല്ലേ, അബുൽ ഹസൻ ശാദിലി സ്വാലിഹല്ലേ. ഈ സ്വാലിഹികളെ വഴി ഇതാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു കാണിച്ച് പഠിപ്പിച്ച്, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു പഠിപ്പിച്ച് ചെയ്ത് കാണിച്ച്, ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, 4 മദ്ഹബിന്റെ ഇമാമികൾ, അഖ്താബുൽ അർബഅത്ത്, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഈ മഹത്തുക്കളൊക്കെ സഞ്ചരിച്ച് ജീവിച്ച് നടന്ന് കാണിച്ചു തന്ന വഴി, അതാണ് പൂർവികന്മാരുടെ വഴി. ആ വഴി അല്ലാത്ത വഴിയോട് വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, ഈ സ്വാലിഹീങ്ങളായ ഈ മുഅ്മിനീങ്ങൾക്കുള്ള വഴി അല്ലാത്ത വഴിയോട് ആരെങ്കിലും പിൻപറ്റിയാൽ, സിദ്ദീഖുൽ അക്ബറിന്റെ വഴി വേണ്ട, ഉമർ ഇബ്നു ഖത്താബിന്റെ വഴി വേണ്ട, അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ വഴി വേണ്ട, ഷാഫി ഇമാമിന്റെ വഴി വേണ്ട, ഇമാം മാലിക്കിന്റെ വഴി വേണ്ട, ഔഫുൽ ആലം നടന്നത് വേണ്ട, പൊന്നാനി സൈനുദ്ദീൻ മഖ്ദൂമിൽ മഹബരി മഖ്ദൂം കുടുംബത്തിന്റെ വഴി വേണ്ട. ഈ മുഅ്മിനീങ്ങളെ വഴി വിട്ടിട്ട് വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളല്ലാത്ത പരിഷ്കാരികളുടെ, തോന്നിവാസികളുടെ, ബിദ്അത്തിന്റെ കക്ഷികളുടെ, യഹൂദികളുടെ, നസാറാക്കളുടെ, ഇസ്രായേലിന്റെ ആ വഴിയോട് ആരെങ്കിലും പിൻപറ്റിയാൽ അല്ലാഹു പറഞ്ഞു നുസ്ലിഹി ജഹന്നം, അവനെ നമ്മൾ ജഹന്നമിൽ കടത്തും. അർഹമുർ-റഹീമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങളെ മുഴുവനും നീ കാക്കണം റഹ്മാനെ, ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. 5 വക്ത് നിസ്കാരത്തിൽ ഫാത്തിഹയിൽ കൂടി ഞങ്ങൾ ദുആരക്കുന്ന ആ പൂർവികന്മാരായ നീ നിഅമത്ത് ചെയ്ത അംബിയാക്കൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, ആ വഴിയിൽ ആദർശരംഗത്തും വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണം റഹ്മാനെ. എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് പ്രയാസം വന്നാലും, ഞങ്ങളെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ട വന്നാലും റബ്ബേ, ഈ പൂർവികന്മാരുടെ പാതയിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ റഹ്മാനെ. അതിനെ വലിച്ചെറിഞ്ഞ് ഈ ദുനിയാവിന് വേണ്ടി ജീവിച്ച് അവസാനം നായ്ക്കൾ ചാകും പോലെ ചത്തുപോകുന്ന മരണം അല്ലാഹുവേ ഞങ്ങൾക്കാർക്കും ഈ സഹാബാക്കളെ ബറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നീ വിധിക്കല്ലേ റഹ്മാനെ. അർഹമുർ-റഹീമായ റബ്ബ് നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും ആ മജ്ലിസിൽ നിന്ന് എണീച്ചു നിന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ദുആരക്കാം. അല്ലാഹു നമ്മളെ ഈമാൻ സലാമത്താക്കി ആഖിബത്ത് നന്നാക്കി അല്ലാഹുവിന്റെ സ്വർഗ്ഗം കണ്ടുകൊണ്ട് മരിക്കാൻ കഴിയണം. നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്കൊന്നിച്ച് മുതഅല്ലിമീങ്ങളും വൈശ്യന്മാരും മുഅ്മിനീങ്ങളുമുള്ള സ്ഥലം. സമയം വളരെ കുറഞ്ഞതായിട്ടുള്ളൂ. ഇന്നലെയൊക്കെ 12 മണിയായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് 11:30 മണിയായിട്ടേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ദുആയിൽ കഴിയാണ്ട് ആരും പോകണ്ട. എല്ലാരും ഇങ്ങോട്ട് അടുത്ത് വന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നിച്ച് ദുആ ചെയ്തുകൊണ്ട് മുസാഫഹത്ത് ചെയ്ത് ദുആറക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വസിയത്ത് പറഞ്ഞുകൊണ്ട് നമുക്ക് തിരിഞ്ഞു പോകാം. ദുആയിൽ സംബന്ധിക്കാതെ പെട്ടെന്ന് തിരിഞ്ഞു പോകണ്ട. എന്തുകൊണ്ട്? അത്രയും ആപത്തുകൾ നമ്മളെ മുമ്പിലുണ്ട്. ക്യാൻസറും കിഡ്നി അപകടങ്ങളും ട്യൂമറും ഹാർട്ട് അറ്റാക്കും എല്ലാ രോഗങ്ങളും മുസ്ലിമീങ്ങളെ നിങ്ങളെ ചുറ്റുഭാഗത്തുണ്ട്. ഒരു കുടുംബത്തിൽ ഒരാൾക്ക് എന്ന അവസ്ഥയിൽ ക്യാൻസർ വന്നുകൊണ്ടിരിക്കുന്ന, ഡയാലിസിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ദുആരക്കല്ലാതെ വേറെ മാർഗമില്ല. അതുകൊണ്ട് എല്ലാവരും ദുആയിൽ കൂടി ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മളുടെ ദുനിയാവ് രക്ഷപ്പെടുത്തണം, നമ്മളെ ആഖിറം രക്ഷപ്പെടണം, നമ്മളെ ഈമാൻ രക്ഷപ്പെടണം. അതിനു വേണ്ടി ഇൻഷാ അല്ലാഹ് 5 മിനിറ്റ് കൊണ്ട് ദുആ ചെയ്ത് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെ പൂർവികന്മാർ ഈ ചിലങ്കോടും പച്ചമ്പളത്തും അതുപോലെ ലോകത്ത് മുഴുവനും നമ്മുടെ പൂർവികന്മാർ ജീവിച്ച് മരണപ്പെട്ടു പോയൊരു വഴി, ഒരു പാത, ഒരു റൂട്ട്, ഒരു ചെറിയ ഒരു നടപടി നമ്മളെ മുമ്പിൽ ഉണ്ട്. അതിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് എന്റെ ചെറുപ്പക്കാരെ, ഇസ്രായേൽ മുടിവെട്ടും പോലെ മുടിവെട്ടുന്ന ചെറുപ്പക്കാരുണ്ട്. അല്ലാഹു നമ്മളെ മക്കളെ
കാക്കട്ടെ. യഹൂദിന്റെ വേഷം ധരിക്കുന്നവരുണ്ട്, നസ്രാനിന്റെ കുപ്പായമിടുന്നവരുണ്ട്, അവരെ സംസ്കാരം ഏറ്റെടുക്കുന്നവരുണ്ട്. അങ്ങനെ യഹൂദിന്റെ സംസ്കാരം, നസ്രാനിന്റെ വേഷം, ഇസ്രായേലിന്റെ മുടി നാം സ്വീകരിച്ചാൽ അവരെ കൂടെ ജഹന്നമിലേക്ക് നമ്മൾ അവരെ കടത്തുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആദർശരംഗത്തും വിശ്വാസരംഗത്തും കർമ്മരംഗത്തും നമ്മുടെ സംസ്കാരത്തിൽ, നമ്മളെ വേഷവിധാനത്തിൽ, നമ്മളെ നടപടിയിൽ, നമ്മളെ കല്യാണങ്ങളിൽ, നമ്മളെ മംഗളം നിശ്ചയിപ്പിൽ, നമ്മളെ മൈലാഞ്ചിയിൽ, നമ്മളെ പെണ്ണ് ചമയിക്കുന്നിടത്ത്, നമ്മളെ പുതിയാപ്പളെ കൊണ്ടുപോകുന്നിടത്ത്, എല്ലാ വിഷയത്തിലും പൂർവികന്മാർ പഠിപ്പിച്ച ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ സന്തോഷിക്കുന്ന മാർഗം അല്ലാതെ ശൈത്താനിയത്തിന്റെ വഴിയോ തമ്മാടിന്റെ വഴിയോ ഇസ്രായേലിന്റെയും ജൂതന്മാരെ വഴിയോ കല്യാണത്തിലോ മൈലാഞ്ചിയിലോ പുതിയാപ്പളെ കൊണ്ടുകൊടുത്തോ പെണ്ണ് ചമയിക്കുന്നിടത്തോ എവിടെ ചെയ്താലും നുസ്ലിഹി ജഹന്നം. ആ മുഅ്മിനീങ്ങളെ വഴിനെ വിട്ടിട്ട് വേറെ വഴിയിൽ പോയവനെ ജഹന്നമിൽ കിടത്തുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വളരെ ജാഗ്രതയാക്കി, വളരെ ഫിത്ന വന്ന കാലമാണ്. ഈമാൻ ഖൽബിൽ തെറിച്ചു പോകാൻ വലിയ പണിയൊന്നുമില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതിനു വേണ്ടിയാണ് ഉറൂസ്, അതിനു വേണ്ടി ഇത്രയും ആലിമീങ്ങളെ കൊണ്ടുവന്ന് മാസങ്ങളോളം ഈ നാട്ടിനെ ഹയാത്താക്കുന്നത്. നമ്മളെ ഈമാൻ രക്ഷപ്പെടാനാണ്. മാലിക്കുദ്ദീനാർക്ക് ലാഭമില്ല, മാലിക്കുദ്ദീനാറ് കൂട്ടർക്കും അവർക്കൊന്നും ഉറൂസ് കൊണ്ട് കിട്ടാനില്ല. നമ്മളെ ഖൽബ് നന്നായി, നമ്മളെ ഈമാൻ വർദ്ധിപ്പിച്ച്, നമുക്ക് ഹിദായത്ത് കിട്ടി, നമ്മളെ ആഖിബത്ത് നന്നായി മരിക്കാനുള്ള അവസരമാണ് ഈ വഅദിലൂടെ ഉറൂസിലൂടെ നമ്മളെല്ലാവരും ഉണ്ടാക്കേണ്ടതും ഉണ്ടാക്കുന്നതുമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബൈക്കാനുണ്ട് പോലും മുസാഫഹത്ത് ചെയ്ത് ദുആ കഴിഞ്ഞ് പോയാൽ മതി. ഞാൻ സാധാരണ മുസാഫഹത്ത് ചെയ്ത് അയക്കലാണ്. അപ്പോ പിന്നെ ഇത് വായിക്കുന്ന ആ ഒരു ശാസ്ത്രം നമുക്ക് മുടങ്ങിപ്പോയാലും ബേജാറാവണ്ട. ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. ബഹുമാനികളെ എല്ലാവരും ഉസ്താദിന്റെ കൈ പിടിച്ചുകൊണ്ട് മുസാഫത്ത് ചെയ്യുക. പിന്നെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറയാനുള്ളത്, അള്ളാഹുവിന്റെ പാരമായ അനുഗ്രഹം കൊണ്ട് ചരിത്രപ്രസിദ്ധമായ ഈച്ചലങ്കോട് എന്ന് പറയുന്ന ഈ മണ്ണിൽ ഈ 10-15 ദിവസത്തോളം നടന്ന പ്രൗഢഗംഭീരമായ പ്രഭാഷണങ്ങൾ നമുക്കറിയാം. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കേരളത്തിന്റെയും വിവിധ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് പ്രഭാഷകന്മാർ വന്ന് അൽഹംദുലില്ലാഹ് ഭംഗിയായി പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അതിന്റെ മനോഹരമായ CD ഇവിടെ നെറ്റിലൂടെ റെക്കോർഡ് ചെയ്യുന്ന നമ്മുടെ നെറ്റിന്റെ ആൾക്കാർ അൽഹംദുലില്ലാഹ് യൂട്യൂബിലൂടെ ഒക്കെ നമുക്ക് പരിശോധിച്ചാൽ കാണാം. അൽഹംദുലില്ലാഹ് അതിന്റെ മനോഹരമായ CD അത് ഓരോ വയലിൽ കഴിയുമ്പോൾ ഇവിടെ ഇറക്കുന്നുണ്ട്. അതിന്റെ എല്ലാം ഒതുങ്ങിയിരിക്കുന്ന ഒരു മനോഹരമായ CD പ്രഗത്ഭ പണ്ഡിതനും പ്രഭാഷകനുമായ ആദരണീയരായ ബഹുമാനപ്പെട്ട ഹുസൈൻ സൈദി കേസറോട് ഉസ്താദിന്റെ തിരുകരങ്ങളെ കൊണ്ട് നമ്മുടെ ഈ മഹത്തായ ഉദയാസ്തമാന ഉറൂസ് കമ്മിറ്റിയുടെ ആദരണീയരായ കൺവീനർ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ഇതിന് വേണ്ടി വളരെയേറെ മാസങ്ങളോളം കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും ചെയ്ത നമ്മുടെ സജീവ പ്രവർത്തകൻ ഉറൂസ് കമ്മിറ്റിയുടെ സമാദരണീയരായ അനുഗ്രഹീത കൺവീനർ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ടിംബർ അദ്ദേഹത്തിന് കൈമാറിക്കൊണ്ട് ഈ മഹത്തായ കേസറ്റ് ഇവിടെ പ്രകാശനം ചെയ്യുകയാണ്. ദുആർക്ക് വേണ്ടി 50 രൂപ, 20 രൂപ, തടിക്ക് സുഖം 12 രൂപ, 20 രൂപ, ഉണ്ണി പോവാൻ വേണ്ടി ഒരാള് ദുആർക്കാൻ 100 രൂപ, മരിച്ച ഉപ്പാന്റെ പേര് ദുആർക്ക് 510 രൂപ, ആടുകളെല്ലാം മരിക്കുന്നുണ്ട് അതിനു വേണ്ടി ദ്വാർക്കാൻ 101 രൂപ, സുഖത്തിന് വേണ്ടി 100 രൂപ, ദ്വാർക്കാൻ 100 രൂപ, ദ്വാർക്കാൻ 500 രൂപ, ദ്വാർക്കാൻ 51 രൂപ, ദ്വാർക്കാൻ 100 രൂപ, അസുഖം സുഖപ്പെടാൻ വേണ്ടി 25 രൂപ, പിന്നെ 10 ഒരാൾ ദ്വാർക്കാൻ വേണ്ടി, ഒരു സ്ത്രീ ദ്വാർക്കാൻ വേണ്ടി 101 രൂപ, ഒരു സ്ത്രീ ദ്വാർക്കാൻ, ഒരു സ്ത്രീ ഭർത്താവിന്റെ പാസ്പോർട്ട് കിട്ടി നാട്ടിലേക്ക് തിരിച്ചു വരാൻ 101 രൂപ, മുറാദ് ഹസന 100 രൂപ, ദ്വാർക്കാൻ 100 രൂപ, നടുവേദനയും കൈവേദനയും മാറാൻ വേണ്ടി 100 രൂപ, ഒരു സ്ത്രീ മുറാദ് ഹസ്ലാം 100 രൂപ, ഒരു സ്ത്രീ ദ്വാർക്കാൻ വേണ്ടി 100 രൂപ, ഒരു സ്ത്രീ ദ്വാർക്കാൻ വേണ്ടി 100 രൂപ, ഒരു സ്ത്രീ ഉപ്പാന്റെ പേരിൽ ദ്വാർക്കാൻ 100 രൂപ, മരിച്ച ഉപ്പാന്റെയും ഉമ്മാന്റെയും പേരിൽ ദ്വാർക്കാൻ 100 രൂപ, മരിച്ച ഉപ്പാന്റെയും ഉമ്മാന്റെയും പേരിൽ ദ്വാർക്കാൻ 100 രൂപ, ഒരു സ്ത്രീ വയറുവേദന മാറാൻ വേണ്ടി 50 രൂപ, ഒരു സ്ത്രീ കടം വിടാൻ വേണ്ടി 50 രൂപ,
ബർക്കത്തുണ്ടാവാൻ വേണ്ടി 50 രൂപ, മരിച്ചവരുടെ പേരിൽ ദ്വാർക്ക് 50 രൂപ, കാര്യം ചെയ്യാൻ വേണ്ടി 20 രൂപ, മരിച്ച ഉപ്പാന്റെ ഉമ്മാന്റെ പേരിൽ ദ്വാർക്കാൻ 100 രൂപ, തൊണ്ടവേദന മാറി കിട്ടാൻ വേണ്ടി 100 രൂപ, മുറാദ് ഹാസിലാൻ വേണ്ടി 100 രൂപ, ഒരാൾ ദുആ ചെയ്യാൻ 3287 രൂപ, മരിച്ച ഉപ്പാന്റെ പേരിൽ ദ്വാർക്കാൻ 150 രൂപ, ദുആ ചെയ്യാൻ ഒരാൾ 100 രൂപ. പലരും ദ്വാർക്കാൻ വേണ്ടി ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. സംഭാവന നൽകിയവരുണ്ട്. കഷ്ടപ്പാടുകൾ, വിഷമങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ പറഞ്ഞവരുണ്ട്. മക്കാമിന് വേണ്ടി ഒരുപാട് നേർച്ചകൾ കൊണ്ടുവന്നവരുണ്ട്. അതേപോലെ നെറ്റിലൂടെ പ്രത്യേകിച്ച് വിദേശികരായ നമ്മുടെ ഈ നാട്ടിലെ ചിലങ്ങോട് ജമാഅത്തിന്റെ പരിസര പ്രദേശത്തെയും ഇവിടുത്തെ ഒരുപാട് വിദേശികൾ ഇവിടെ പരിപാടി വരണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അവരുടെ സാമ്പത്തികമായ മറ്റുള്ള ചുറ്റുപാടുകൾ ശരിയാവാത്തതുകൊണ്ട് വിഷമത്തിലായി വിസ കിട്ടാതെ, അതേപോലെ പാസ്പോർട്ട് കിട്ടാതെ, അക്കമടിച്ച് കിട്ടാതെ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞ് ബേജാറിലുള്ള പല ഗൾഫുകാരും ഇവിടെ ദ്വാരക്കാൻ വേണ്ടി ലഭിച്ചിട്ടുണ്ട്. നെറ്റിലൂടെ വീക്ഷിക്കുന്ന എല്ലാവർക്കും ബഹുമാനപ്പെട്ട ഉസ്താദുകൾ ദുആ ചെയ്യും. നമ്മുടെ ഈ മഹത്തായ മാലിന്യാർത്ഥങ്ങളെ ആ മതിൽ മനോഹരമായ എഴുത്ത് പേരെഴുതിയ അദ്ദേഹത്തിന്റെ ബന്ധത്തിൽപ്പെട്ട ഒരാൾക്ക് പ്രത്യേകിച്ച് ദ്വാരക്കാൻ വേണ്ടി രോഗത്തിലെ അസുഖത്തിൽപ്പെട്ട് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു കുട്ടി സൈക്കിൾ വീണിട്ട് വയറിനൊരു അപകടം ചെറിയൊരു മുറി പറ്റിയിട്ട് ഓപ്പറേഷനായിട്ട് മംഗലാപുരം ഹോസ്പിറ്റലിന്റെ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ദ്വാരക്കും ഈ കാസറ്റ് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் ഇത് പ്രകാശനം ചെയ്യും. ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் ആദരണീയരായ നമ്മുടെ ജമാഅത്തിലെ ഉറൂസ് കൺവീനർ അബ്ദുൽ അസീസ് ടിംബർ അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் ഈ കാസറ്റ് കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் കൈമാറുകയാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആദരണീയരായ നമ്മുടെ ഈ ഉറൂസ് കമ്മിറ്റിയുടെ കൺവീനർ അബ്ദുൽ അസീസ് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. الحمد لله رب العالمين الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام اللهم صل وسلم وبارك على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الله وعلى آله وصحبه وسلم أرحم الراحمين يا الملك الجبار يا الله സാധുക്കളാണ്, പാപികളാണ്, ദോഷികളാണ്. അറിഞ്ഞിട്ടും അറിയാതെയും സംഭവിച്ചുപോയ, ചെയ്തുപോയ, കണ്ടുപോയ, കേട്ടുപോയ, പറഞ്ഞതുപോയ സർവ്വദോഷങ്ങളും ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ഖാദിമീങ്ങൾക്കും അല്ലാഹ് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾക്ക് മുഴുവനും നീ മാപ്പ് നൽകണേ റഹ്മാനെ. ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് തരണേ അല്ലാഹ്. ഞങ്ങളെയും അവരുടെയും ഹൃദയത്തിലും നീ ഈമാൻ കൊണ്ട്, ഹിദായത്ത് കൊണ്ട് വെളിച്ചത്തിലാക്കണേ റഹ്മാനെ. എല്ലാ ഇരുളുകളും ഞങ്ങളെ കൽബിൽ നിന്ന് ഈ മജ്ലിസ് കാരണമായി ആലിപ്പതിനാറ് അസ്ഹാബിന്റെയും ബറക്കത്ത് കൊണ്ട് നീ മാറ്റിത്തരണേ റഹ്മാനെ. ഞങ്ങൾക്കും ഈ പറയപ്പെട്ട എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നീട്ടിത്തരണേ റഹ്മാനെ. മാരകമായ ക്യാൻസറും ട്യൂമറും ഞങ്ങൾക്ക് നീ വിധിക്കല്ലേ അല്ലാഹ്. കിഡ്നി അപകടത്തിൽപ്പെടുത്തി ഡയാലിസിൽ ജീവിക്കുന്ന അവസ്ഥ തരല്ലേ റഹ്മാനെ. അല്ലാഹ് പെട്ടെന്നുള്ള മരണം ഞങ്ങൾക്ക് നീ വിധിക്കല്ലേ റഹ്മാൻ. വഴിയിൽ വെച്ചോ, വണ്ടിയിൽ വെച്ചോ, യാത്രയിൽ വെച്ചോ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ റഹ്മാനെ. അല്ലാഹ് ആക്സിഡന്റായി റോട്ടിൽ മടങ്ങി മരിച്ചു ഞങ്ങളെ മയ്യത്ത് ആസ്പത്രിയുടെ മോർച്ചറിയിലേക്ക് മാറ്റപ്പെടുന്നൊരു അവസ്ഥ തരല്ലേ റഹ്മാനെ. പോസ്റ്റ്മോർട്ടത്തിന് കൊടുക്കുന്ന മയ്യത്താക്കല്ലേ അല്ലാഹ്. അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങളെ മക്കളെ സ്വാലിഹായ മക്കളാക്കണേ അല്ലാഹ്. ദുനിയാവിൽ ആഖിറത്തിലും ഫലം ചെയ്യുന്ന മക്കളാക്കണേ അല്ലാഹ്. ദീനിന്റെ എതിരാളികളാക്കല്ലേ അല്ലാഹ്. നിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ ശത്രുക്കളാക്കല്ലേ റഹ്മാനെ. സുന്നി ആദർശമുള്ള മക്കളാക്കണേ അല്ലാഹ്. ദുനിയാവിന് വേണ്ടി ദീന് വിറ്റ്, ഈ ദുനിയാവിന് വേണ്ടി ദീൻ നശിപ്പിച്ച് അവസാനം ദീൻ ദുനിയാവും രണ്ടും നശിച്ച് ഖസ്റത്ത് ദുനിയാവൽ ആഖിറ എന്ന് പറയുന്ന കൂട്ടത്തിൽ ഞങ്ങളെ മക്കളെ കുടുംബത്തിൽ നീ പെടുത്തല്ലേ റഹ്മാനെ. റഹ്മുർറാഹിമായ അല്ലാഹ്, ഞങ്ങൾ ഓരോരുത്തരുടെ ശരീരത്തിലുള്ള, ഞങ്ങളോട് ബന്ധപ്പെട്ടവരുടെ ശരീരത്തിലുള്ള സർവ്വ രോഗങ്ങളും നീ ശഫയാക്കണേ റഹ്മാനെ. എത്രയോ ഉമ്മമാർ ഗർഭപാത്രത്തിൽ മുഴകൾ പൊന്തി വന്നു ക്യാൻസർ ആണെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞവരുണ്ട് അല്ലാഹ്. ഇന്ന് ഉറൂസ് മാലിക്കുദ്ദീനാർ ഉറൂസിന്റെ പരിപാടിക്ക് വരുന്നു.
എന്ന് പറയുമ്പോ ആസ്പത്രിയിൽ നിന്ന് വിളിച്ച് കരഞ്ഞു പറഞ്ഞവരുണ്ട്, അല്ലാ നീ ശിഫ നൽകണേ റഹ്മാനെ. ആക്സിഡന്റായി ആസ്പത്രിയിൽ 1 വർഷമായി ബോധമില്ലാതെ കിടക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞവരുണ്ട്, അല്ലാ നീ ബോധം കൊടുക്കണേ റഹ്മാനെ, അല്ലെങ്കിൽ അവർക്ക് മരണം ഖൈറാണെങ്കിൽ നീ അവരെ മരിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ആ കുടുംബം കാത്ത് അവരെ മുഴുവൻ പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുന്നു, അല്ലാ നീ സലാമത്ത് നൽകണേ റഹ്മാനെ. അല്ലാ സാഹിര്യങ്ങളെ സേറുദാലിമികളെ ദുൽമ ചതിക്കുന്നവന്റെ ചതി, ഫിത്നയാക്കുന്നവന്റെ ഫിത്ന, കുഴപ്പമുണ്ടാക്കുന്നവന്റെ കുഴപ്പം, നാട്ടിൽ ഫുർഖത്തും പാർട്ടിയും ഭിന്നിപ്പും നാശമുണ്ടാക്കുന്നവരെ ഷർറിൽ നിന്നിട്ട് ഞങ്ങളെ നാടുകളെയും സ്ഥാപനങ്ങളെയും നീ കാക്കണേ റഹ്മാനെ. പ്രവർത്തകന്മാരെ കാക്കണേ അല്ലാ. ആരാണോ ഫിത്ന ഉണ്ടാക്കുന്നവൻ, ആരാണോ ഫിർഖത്ത് ഉണ്ടാക്കുന്നവൻ, അവന്റെ നെഞ്ചിലേക്ക് തന്നെ അവന്റെ ആശയത്തെ നീ മടക്കണേ റഹ്മാനെ. അർഹമർ റഹീമായ റബ്ബേ, സർവ്വ സാഹിര്യങ്ങളെ സിഹർ നീ ബാത്തിലാക്കണേ അല്ലാ. അല്ലാ ഇവിടെ ഉദ്ദേശിക്കുന്ന അനാഥ അഗതി മന്ദിരം ബഹുമാനപ്പെട്ട മാലിക്കുദ്ദീനാറിന്റെയും അവർ അസ്ഹാബിന്റെ പേരിലുണ്ടാക്കുന്ന സ്ഥാപനം ഭംഗിയായി തുടങ്ങി അത് പൂർണ്ണമായി വിജയിപ്പിച്ചു തരണേ റഹ്മാനെ. വലിയൊരു സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനമാക്കി നീ അതിനെ വളർത്തണേ അല്ലാ. അർഹമർ റഹീമായ റബ്ബേ, എല്ലാ ഞങ്ങളുടെ പ്രവർത്തനങ്ങളും നീ വിജയിപ്പിക്കണേ റഹ്മാൻ. മഖ്ബൂലായ ഹജ്ജ്, ഉംറ, മദീന റൗള സിയാറത്തിന് തൗഫീഖ് നൽകണം റഹ്മാൻ, ഭാഗ്യം നൽകണം റഹ്മാൻ. മദീനയിലെത്താതെ ഞങ്ങളാരെയും നീ മരിപ്പിക്കല്ല റഹ്മാൻ. അല്ലാ ഞങ്ങളെല്ലാവരും മരിക്കുന്ന സമയത്ത് ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി ഞങ്ങളെ ഈമാൻ സലാമത്തിലാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി നിന്റെ സ്വർഗം ഞങ്ങളെ കണ്ണിൽ കാണിച്ച് ഞങ്ങളെ നീ സന്തോഷിപ്പിച്ച് മരിപ്പിക്കണം റഹ്മാനെ. ഈമാനില്ലാതെ മുഖം കറുത്തുകൊണ്ട് നരകം കണ്ടുകൊണ്ട് ചത്തുപോകുന്ന മരണം ഞങ്ങൾക്കാർക്കും നീ വിധിക്കല്ലേ റഹ്മാൻ. ഞങ്ങളിന്ന് മരണപ്പെട്ടുപോയി ഞങ്ങളെ മാതാപിതാക്കൾ, ജ്യേഷ്ഠാന്മാർ, കുടുംബക്കാർ, സ്നേഹിതന്മാർ, ഞങ്ങൾക്ക് വെള്ളം തന്നവർ, ഞങ്ങളെ സഹായിച്ചവർ, സ്നേഹിച്ചവർ, ഈ നാട്ടിലും ഖബർസ്ഥാനിൽ മരിച്ചു കിടക്കുന്നവർ, അതുപോലെ എവിടെയെല്ലാം മരിച്ചു കിടക്കുന്നു അവരെ ഖബർ മുഴുവനും വിശാലമാക്കണേ റഹ്മാനെ. സ്വർഗ്ഗത്തോപ്പാക്കണേ റഹ്മാനെ. നരകത്തിന്റെ കുഴിയാക്കല്ലേ അല്ലാഹ്. അവരീ ഞങ്ങളെയെല്ലാം ജന്നാത്തുൻ നഈം എന്ന സ്വർഗ്ഗലോകത്തൊരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. ഞങ്ങളുടെ ഉറൂസിന്റെ പരിപാടി ഒരു വിഷമമില്ലാതെ ഈ ഔലിയാക്കൾക്ക് സന്തോഷകരമാകുന്ന നിലക്ക് ഇതിന്റെ സമാപനം വരെ നീ നടത്തിത്തരണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് അവസാനത്തെ പരിപാടി മജ്ലിസാക്കല്ല റഹ്മാനെ. ഇനിയും ഒരുപാട് മജ്ലിസ് ആഫിയത്തോടെ ഞങ്ങൾക്കും ഇതിന്റെ ഖാദിമീങ്ങൾക്കും ഇതിന്റെ കമ്മിറ്റിക്കാർ, ഇതിന്റെ വാഴ്വന്മാർ, ഇതിന്റെ പ്രവർത്തകന്മാർ എല്ലാവർക്കും ദീർഘായുസ് ആഫിയത്തോടെ ഇനിയും ഒരുപാട് റൂസുകൾ സംബന്ധിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഖായിബാക്കി തള്ളിക്കളയല്ല റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.